ഇന്ന് നമുക്കൊപ്പം ഒന്നോ രണ്ടോ മൂന്നോ പേരല്ല 55 പേരുണ്ട്. നമ്മുടെ ടാൽറോപ്പിന്റെ R&D ടീം മുഴുവനുണ്ട്. ഭാവിയിൽ ഇങ്ങനൊരു സാധനം, ഇങ്ങനൊരു അറ്റാക്കിന് സാധ്യത ഉണ്ട് എന്നുള്ളൊരു പ്രഡിക്ഷൻ മുന്നിൽ കണ്ടു തന്നെയാണ് നമ്മളിത് വർക്കൗട്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഹോം കിച്ചൺ ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മൈക്രോ ഗ്രീൻസിൻ്റെ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡിഫറെൻ്റ്ലി ഏബിൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഹോർട്ടിക്കൾച്ചർ തെറാപ്പി എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് കറൻ്റ്ലി എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 55 പേരടങ്ങുന്ന R&D ഡിവിഷൻ അതിപ്പോൾ നമ്മൾ 500ലേക്ക് അടുത്ത സ്കെയിൽ ചെയ്യുകയാണ്. അദ്ദേഹം വളരെയധികം ഹാപ്പി ആയിട്ട് പറഞ്ഞു, ഇത്ര അധികം നമുക്ക് ഇത്രയും എഫിഷ്യൻസി ഉള്ള ഒരു R&D ഡിപ്പാർട്ട്മെൻറ്റും അതേപോലെ തന്നെ അഗ്രികൾച്ചർ ഇന്നോവേഷൻസും എന്തുകൊണ്ട് ഓരോ വീടുകളിലോട്ട് നമുക്ക് കൊടുത്തുകൂടാം. നമ്മൾ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഡ്രോണിന് 1 മിനിറ്റാണ് ഫ്ലൈറ്റ് ടൈം കിട്ടണമെങ്കിൽ ഫ്യൂവലിൽ വർക്ക് ചെയ്യുന്ന ഡ്രോണിന് 1:50 ടൈംസ് ആണ് ഫ്ലൈറ്റ് ടൈം. മറ്റേത് 1 അവർ ഫ്ലൈ ചെയ്യുമെങ്കിൽ ഇത് 50 അവേഴ്സ് ഫ്ലൈറ്റ്. ഇപ്പോൾ 1:50 ആണ് അതിൻ്റെ റേഷ്യോ വരുന്നത്. ട്രൈക്ക് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ മഴ കൊള്ളത്തില്ല, വെയിൽ കൊള്ളത്തില്ല, എന്നാൽ ഇതിലെന്താ സ്റ്റെബിലിറ്റി വരും. അപ്പം 2 കാര്യങ്ങൾ വന്നു. അപ്പം അങ്ങനെ റിസർച്ച് ചെയ്ത് വന്നപ്പോഴത്തേക്കും നമുക്കൊരു ഐഡിയ വന്നു. അപ്പോൾ നമുക്കറിയാം, കാലിഫോർണിയയുടെ സിലിക്കൺ വാലിയിൽ മാർക്ക് സുക്കർബർഗ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ് ചെയ്തത്. അവൻ്റെ പ്രൊഡക്റ്റ് R&D ചെയ്തു. R&D ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു? അത് അമേരിക്ക മുഴുവൻ വന്നു, ലോകം മുഴുവൻ വന്നു. ഹായ് ഓൾ, ഇന്ന് നമ്മൾ അൺടോൾഡ് സ്റ്റോറീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് പോവുകയാണ്. ഇന്ന് നമുക്കൊപ്പം ഒന്നോ രണ്ടോ മൂന്നോ പേരല്ല 55 പേരുണ്ട്. നമ്മുടെ ടാൽറോപ്പിൻ്റെ R&D ടീം മുഴുവനുണ്ട്. നമ്മുടെ R&D കമ്പനി W Hub Ventures പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള നമ്മുടെ കമ്പനി, ആ കമ്പനിയുടെ അണ്ടറിൽ ഒരു വലിയ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2030 വേണ്ടി ടാൽറോപ്പിൻ്റെ സിലിക്കൺ വാലി മിഷൻ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിൽ നിന്ന് ഗൂഗിളും മൈക്രോസോഫ്റ്റും മെറ്റയും ടെസ്ലയും ആമസോണും ഒക്കെ സാധ്യമാക്കുന്നതിനായിട്ട് ഒരു യുവത്വം വളരെയധികം അക്ഷീണം രാവും പകലുമില്ലാണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ടീമിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒപ്പം ടാൽറോപ്പിൻ്റെ R&D കമ്പനി എന്താണ്, ടാൽറോപ്പിൻ്റെ R&D പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ്, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ നാട് ലോകത്തിൻ്റെ മുന്നിൽ ഒരു ഹെഡ് ക്വാർട്ടേഴ്സായിട്ട് ഇന്ന് കാലിഫോർണിയയിലെ സിലിക്കൺ വാലി ആയതുപോലെ ആകുന്നത്, ഇതൊക്കെയാണ് നമ്മുടെ പോഡ്കാസ്റ്റിലൂടെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ടീം മെമ്പേഴ്സ് ഇന്ന് നമുക്കൊപ്പം ഡിസ്കഷനിൽ വരുന്നുണ്ട്. എന്താണ് അവർ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെയ്യുന്നത്, നമ്മുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കമ്പനിയുടെ ഓരോ പ്രോസസ്സും എങ്ങനെയാണെന്ന് നമ്മുടെ ടീം മെമ്പേഴ്സ് നമുക്കൊപ്പം പറയും. അത് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. ആദ്യമായി നമ്മുടെ ഹോട്ട് സീറ്റിലേക്ക് വരുന്നത് അജ്മലാണ്. അജ്മൽ, നമ്മുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയത് 1.5 വർഷം മുമ്പാണ്. ആദ്യ ടീം മെമ്പറിൽ ഒരാളായിരുന്നു അജ്മൽ. അപ്പോൾ അജ്മൽ നമ്മൾക്കൊപ്പം അജ്മലിൻ്റെ എക്സ്പീരിയൻസും എന്താണ് നമ്മുടെ R&D ഡിപ്പാർട്ട്മെൻറ്റ് R&D കമ്പനി ചെയ്യുന്നതെന്നും അജ്മൽ വ്യക്തമാക്കും. അജ്മൽ മെയിനായിട്ട് നമ്മുടെ കോണ്ടന്റ് കമ്പ്യൂട്ടിംഗ് ഏരിയയിലാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. വെൽക്കം അജ്മൽ, വെൽക്കം ടു യുവർ പോഡ്കാസ്റ്റ്. അപ്പോൾ അജ്മലിൻ്റെ ഒരു എഡ്യൂക്കേഷണൽ ജേർണി എങ്ങനെയായിരുന്നു, ടാൽറോപ്പിൽ എങ്ങനെയാണ് എത്തപ്പെട്ടത്, ടാൽറോപ്പിൽ എത്തിയിട്ടുള്ള ഒരു കരിയർ എങ്ങനെയായിരുന്നു, നമ്മുടെ R&D കമ്പനിയിൽ അജ്മൽ കോണ്ടന്റ് കമ്പ്യൂട്ടിങ്ങിൽ എന്തിലൊക്കെയാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്? അപ്പോൾ ടാൽറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു 1.5 കൊല്ലം മുമ്പാണ് ടാൽറോപ്പിൻ്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ടീമിലേക്ക് വരുന്നത്. അപ്പോൾ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BSc MSc ഫിസിക്സ് ഡൊമൈനിലും, പിന്നെ ഞാൻ പാർട്ട് ടൈം ആയിട്ട് മോളിക്കുലർ ക്വാണ്ടം മെക്കാനിക്സിൽ PhD ചെയ്യുന്നുണ്ട്. അതിന് മുമ്പ് ഞാൻ ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് മെയിൻലി ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങും പിന്നെ അതുപോലെ തന്നെ ക്വാണ്ടം ഫിസിക്സിൻ്റെ എൻ്റെ ഒരു ആപ്ലിക്കേഷൻ സൈഡുമായി ബന്ധപ്പെട്ടാണ് എൻ്റെ ഒരു ഇൻട്രസ്റ്റ് കിടക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അക്കാഡമിയ ഒരു ഡൊമൈനിൽ നിന്ന് ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ അക്കാഡമിക് ആയിട്ട് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ച് കുറേ റിസർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മാസ്റ്റർ തീസിസ് ബേസിക്കലി ഡീകോഹറൻസ് ഇൻ ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ് എന്നുള്ള ഒരു ഡൊമൈനിലാണ് ഞാൻ എൻ്റെ റിസർച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അക്കാഡമിയേക്കാളും എപ്പോഴും ഫ്രണ്ടിൽ നിൽക്കുക ഇൻഡസ്ട്രി തന്നെ ആയിരിക്കും. ഇപ്പോൾ ക്വാണ്ടം കമ്പ്യൂട്ടിങ് IIT ഐസർ പോലെയുള്ള സ്ഥാപനങ്ങളും ചെയ്യുന്നുണ്ട്. പാരലി ഗൂഗിളും IBM പോലെയുള്ള കമ്പനികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ക്വാണ്ടം കമ്പ്യൂട്ടിങ് റിസർച്ച് ചെയ്യുന്ന നമ്മളൊരു ഇവാലുവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ, കുറച്ചും കൂടി ഒരു ആപ്ലിക്കേഷൻ പെർസ്പെക്റ്റീവിൽ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഇൻഡസ്ട്രി തന്നെയായിരിക്കും മുന്നിൽ നിൽക്കുന്നത്.
അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു അക്കാഡമിക് സെറ്റിങ്ങിൽ നിന്ന് ഇൻഡസ്ട്രി ടാൽറോപ്പ് എന്ന ഇൻഡസ്ട്രിയോട് കൂടെയുള്ള ഒരു ജേണിയും അതിലൂടെ ഞാൻ അതിൻ്റെ ആ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് സ്റ്റാർട്ടപ്പ് ഡെവലപ്പ് ചെയ്യുക എന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ആ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ ഒരു 1.5 കൊല്ലം ജേണിയിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് സ്റ്റാർട്ടപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇതിൻ്റെ ഒരു റിസർച്ചിൽ ഏറ്റവും വലിയൊരു ചലഞ്ചാണ് നോയ്സ് എന്നുള്ളത്. നോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടം നോയ്സ് എന്നുള്ളൊരു പാരാമീറ്റർ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടുണ്ട്. നമ്മൾ അതിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ക്വാണ്ടം നോയ്സ് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ നോക്കുന്ന ഒരു സാധനമാണ്. ആ ഒരു പാരാമീറ്റർ നമ്മൾ എങ്ങനെ ലിവറേജ് ചെയ്ത് നമ്മളൊരു സെക്യൂരിറ്റി ആപ്ലിക്കേഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഒരു റിസർച്ചിൽ നമ്മുടെ ഒരു സ്റ്റാർട്ടപ്പുമായി ബന്ധപ്പെട്ട റിസർച്ചിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്വാണ്ടം നോയ്സസ് ഇപ്പോൾ പല രീതിയിലുണ്ട്. ഫേസ് നോയ്സ് ഉണ്ട്, ആംപ്ലിറ്റ്യൂഡ് ഡാമ്പിംഗ്, പിന്നെ അതുപോലെ തന്നെ പല രീതിയിലുള്ള നോയ്സ് മോഡൽസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നോയ്സ് മോഡൽസ് നമ്മൾ ഒരു സൈഡ് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ അവോയ്ഡ് ചെയ്യാൻ നോക്കുമ്പോൾ അതെങ്ങനെ ചാനൽ ചെയ്ത് ഒരു സെക്യൂരിറ്റി ലെയറായിട്ട് നമ്മളത് ഇപ്പോഴത്തെ കറണ്ട് ആയിട്ടുള്ള സെക്യൂരിറ്റി പ്രോട്ടോകോൾസിനെ എങ്ങനെ അപ്ഗ്രേഡ് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് ഡെവലപ്പ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മൾക്കറിയാം നമ്മുടെ സാധാരണ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ബ്രൗസേഴ്സൊക്കെ അതിന് ഒരു സെറ്റ് ഓഫ് സെക്യൂരിറ്റി പ്രോട്ടോകോൾസ് വെച്ചാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് ഹാക്കർമാർ അല്ലെങ്കിൽ ഈ ഡാറ്റ തെഫ്റ്റ് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പല രീതിയിൽ അതിനെ സെക്യൂർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം അല്ലെങ്കിൽ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജും അതിൻ്റെ ഒരു പ്രശ്നവും അത് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്രിപ്റ്റോഗ്രഫി ഈ ഒരു ഡൊമൈനിൻ്റെ നമ്മൾ പൊതുവെ ജനറലായിട്ട് പറയും ഈ സെക്യൂരിറ്റി പ്രോട്ടോകോൾസിനെ നമ്മൾ എങ്ങനെ എൻഹാൻസ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഉള്ള സെക്യൂരിറ്റി പ്രോട്ടോകോൾസ് പ്രോപ്പറായിട്ടുള്ള ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ അതിനെ അറ്റാക്ക് ചെയ്ത് അതിൻ്റെ ഒരു ഇപ്പോഴത്തെ എഫക്റ്റീവ്നെസ് ഒഴിവാക്കാൻ അല്ലെങ്കിൽ അത് ഇല്ലാതാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ റിയൽ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഈ അറ്റാക്സിനെ റെസിസ്റ്റ് ചെയ്യും എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഈ ഒരു റിസർച്ചിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ നമ്മൾക്കിപ്പോൾ റാൻഡം നമ്പർ ജനറേഷൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മുടെ വാട്സപ്പിലുള്ള 256 ബിറ്റ് ആയിട്ടുള്ള ഈ ഒരു എൻക്രിപ്ഷൻ പ്രോട്ടോക്കോളിൽ നമ്മൾ ഉപയോഗിക്കുന്ന റാൻഡം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ്റെ ഔട്ട്കം ആയിട്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ നമുക്ക് അത് ക്രാക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ഈ സെക്യൂരിറ്റി പ്രോട്ടോക്കോളിന് ഉള്ള റെലവൻസ് ഇല്ലാതായി പോകും, അല്ലെങ്കിൽ അത് വൾണറബിൾ ആയി പോകും. അപ്പോൾ ട്രൂലി റാൻഡം ആയിട്ടുള്ള നമ്പേഴ്സ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ കറണ്ട് ആയിട്ടുള്ള ഈ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ്റെ ആ ഒരു പ്രഡിക്റ്റബിലിറ്റി ഒഴിവാക്കി നമ്മൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ആ ഒരു പ്രോപ്പർട്ടി ഉപയോഗപ്പെടുത്തിയിട്ടുള്ള രീതിയിൽ അതിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. കുറച്ചുകൂടി നമ്മൾ ക്വാണ്ടം കമ്പ്യൂട്ടിംഗിൽ നിന്ന് ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്ന നോയ്സ് മോഡൽസിൻ്റെ ഹെൽപ്പോട് കൂടി എങ്ങനെ ഈ സെക്യൂരിറ്റി ലെയേഴ്സ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ ആ ഒരു രീതിയിൽ അത് ലെവറേജ് ചെയ്തിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ ഈ ഒരു സെക്യൂരിറ്റി പ്രോട്ടോകോൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നു. അത് കറണ്ട് ആയിട്ടുള്ള ഇപ്പോൾ ഉള്ള ഇപ്പോൾ എലിപ്റ്റിക്കൽ ക്രിപ്റ്റോഗ്രഫി ഉണ്ട്, അല്ലെങ്കിൽ AES, അങ്ങനെ പലതരം ക്രിപ്റ്റോഗ്രഫി പ്രോട്ടോകോൾസ് ഉണ്ട്. ഇത്തരത്തിലുള്ള ഈ ക്രിപ്റ്റോഗ്രഫിക് പ്രോട്ടോകോൾസിനെ നമുക്ക് വേണമെങ്കിൽ ഒന്നല്ലെങ്കിൽ അത് റീപ്ലേസ് ചെയ്യുന്ന രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു കോഎക്സിസ്റ്റൻസ് എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് രണ്ടും സമാന്തരമായിട്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിൽ ഒരു അഡീഷണൽ ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലും ആണ്. അപ്പോൾ നമുക്കത് അച്ചീവ് ചെയ്യാൻ ചില ഡിഫിക്കൽട്ടീസ് ഉണ്ട്. വളരെ ഡീപ്പായിട്ടുള്ള റിസർച്ച് ഇതിന് വേണ്ടതുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ അതിനനുസരിച്ചുള്ള മാൻ പവർ, അതിനനുസരിച്ചുള്ള റിസോഴ്സസ്, പിന്നെ ഇതിൻ്റെ ഹാർഡ്വെയർ സൈഡും നമുക്ക് കുറേ ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ കോസ്റ്റ് എഫക്റ്റീവായി ചെയ്ത് ഒരു പ്രൊഡക്റ്റ് ആയിട്ടും നമ്മളിപ്പോൾ സാസ് എന്നൊക്കെ പറയുന്ന പോലെ ക്വാണ്ടം റാൻഡം നമ്പർ ജനറേഷൻ എന്നുള്ളത് ഒരു സർവീസ് ആയിട്ട് ആസ് എ സർവീസ് എന്നുള്ള രീതിയിൽ നമുക്കൊരു സോഫ്റ്റ്വെയർ ലെയറായിട്ട് അല്ലെങ്കിൽ കറണ്ട് ആയിട്ടുള്ള സെക്യൂരിറ്റി ലെയറിനെക്കാട്ടും മെച്ചപ്പെടുത്തുന്ന രീതിയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാവിയിൽ ഇങ്ങനൊരു സാധനം, ഇങ്ങനൊരു അറ്റാക്കിന് സാധ്യത ഉണ്ട് എന്നുള്ളൊരു പ്രഡിക്ഷൻ മുന്നിൽ കണ്ടു തന്നെയാണ് നമ്മളിത് വർക്കൗട്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അന്ന് ഈ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് റിയലൈസ് ആവുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ അപ്പം റിസർച്ച് ചെയ്ത് ഒരിക്കലും അതിലേക്ക് എത്താൻ കഴിയില്ല. ചിലപ്പോൾ ഇതിൻ്റെ ഒരു ഔട്ട്കം എന്ന് പറഞ്ഞാൽ 3-4 കൊല്ലത്തിൻ്റെ റിസർച്ചും പിന്നെ അതിൻ്റെ ആ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റോ അതിൻ്റെ തന്നെ പല ഫേസുകളിലൂടെ ആയിരിക്കും നമുക്ക് ഇതിൻ്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഇൻഡസ്ട്രി റെഡി ആയിട്ടുള്ള ഒരു പ്രോട്ടോകോൾ ഉണ്ടാവുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ആ അറ്റാക്ക് പ്രഡിക്റ്റ് ചെയ്തിട്ട് വേണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ളൊരു പ്രോട്ടോകോൾ ഡെവലപ്പ് ചെയ്യാൻ, അത്തരത്തിലുള്ളൊരു സ്റ്റാർട്ടപ്പ് നമ്മൾ ഇന്നേ വർക്ക് ചെയ്ത് തുടങ്ങണം. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും
നമ്മുടെ ഒരു വർക്ക് പോകുന്നത്. അപ്പോൾ ഒരു സൈഡ് സോഫ്റ്റ്വെയർ ഉണ്ട്, വേറെ സൈഡ് നമ്മൾ ബാങ്കിങ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭാഗങ്ങളുണ്ട്. ഇതിലൊക്കെ എല്ലാത്തിലും സെക്യൂരിറ്റി സൈഡ് ഉണ്ട്. ആ സെക്യൂരിറ്റി സൈഡ് എങ്ങനെ നമ്മൾ റീഡിഫൈൻ ചെയ്യുന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു സ്റ്റാർട്ടപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന് ടെലികോമും അതുപോലെ തന്നെ പല ഡൊമൈനുമായി ബന്ധപ്പെട്ടും സ്ട്രോങ് ആയിട്ടുള്ള കോറിലേഷൻ ഉണ്ട്. കാരണം കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു മേഖലയെ നമ്മൾ മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ സ്റ്റാർട്ടപ്പ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ പറയുന്ന ഡീപ് ടെക് സ്റ്റാർട്ടപ്പുകൾ ഒരുപാട് വരുമ്പോൾ ഈ ഡീപ് ടെക്കുകളെല്ലാം ഇപ്പോൾ ഈ കോണ്ടന്റ് കമ്പ്യൂട്ടിംഗ് ഉൾപ്പെടെയുള്ള നമ്മുടെ പ്രൊഡക്റ്റ് ഉൾപ്പെടെയുള്ള ഡീപ് ടെക്കിൽ വരുന്ന എല്ലാ സൊല്യൂഷൻസും നമ്മുടെ അടുത്തൊരു തലമുറ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നൊരു പേർപ്പസിലാണ് നമ്മൾ സ്റ്റേപ്പ് എന്നൊരു സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ സ്റ്റേപ്പിന്റെ ചീഫ് അക്കാഡമിക് ഓഫീസർ എന്നുള്ള ലെവലിൽ തന്നെ ഈ കാണുന്ന ഡീപ് ടെക് റിസർച്ചുകളെല്ലാം നമ്മുടെ മക്കളിലേക്ക്, ഒരു 10 വയസ്സുള്ള കുട്ടിയിലേക്ക് എങ്ങനെ നമുക്ക് കൃത്യമായി കൊണ്ടുവരാൻ സാധിക്കും? ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏർലി എക്സ്പോഷർ എന്നുള്ളത് തന്നെയാണ്. നമ്മൾ സ്റ്റേപ്പ് ഓൾറെഡി ചെയ്യുന്ന ഒരു കാര്യമാണ്. സ്റ്റേപ്പ് ഒരിക്കലും വെറും കോളേജ് സ്റ്റുഡൻസിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടല്ല നമ്മൾ അതിൻ്റെ കോഴ്സസോ അല്ലെങ്കിൽ ട്രെയിനിങ്സോ ഇന്റേൺഷിപ്പോ നമ്മൾ കൊടുക്കുന്നത്. ഏത് ഒരു കുട്ടിക്കും താല്പര്യമുള്ളൊരു കുട്ടി, ലൈക്ക് ഫണ്ടമെന്റൽ ആയിട്ട് ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് താല്പര്യമാണ് വേണ്ടത്. താല്പര്യവും അതിനുള്ള പാഷനും പിന്നെ ആപ്റ്റിറ്റ്യൂഡും വേണം. അപ്പം നമ്മൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള കുട്ടിക്ക് ഇപ്പോൾ റോബോട്ടിക്സ് ആണെങ്കിൽ റോബോട്ടിക്സ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ആണെങ്കിൽ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, അത്തരത്തിലുള്ള അഭിരുചിയുള്ള കുട്ടികളെ നമ്മൾ കണ്ടെത്തി അവർക്ക് നേരത്തെ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത്രയും ഹെഡ് സ്റ്റാർട്ട് കിട്ടും. ഇപ്പോൾ നമ്മൾ ഇതിപ്പോൾ ബിടെക് ഒരു പീരീഡിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിന് മുമ്പുള്ള കാലഘട്ടമൊന്നും നമ്മൾ ഉപയോഗിച്ചില്ല എന്നാണ് അതിനർത്ഥം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പാരലായി പഠിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് അവരുടെ ഒരു കറണ്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കരിക്കുലത്തിൻ്റെ കൂടെ തന്നെ കുറച്ച് സമയം കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് കൊണ്ടുപോകാൻ കഴിയും. ആ ഒരു എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അഡ്വാൻറ്റേജ് അവർക്ക് ഒരുപക്ഷെ അവർ കോളേജ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ, ചിലപ്പോൾ സ്കൂൾ കംപ്ലീറ്റ് ചെയ്യുന്ന മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയാം. അവർ ചിലപ്പോൾ ഒരു ഫൗണ്ടർ ലെവലിലേക്കായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡീപ് ടെക്കിലെ ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇതിനെ ഓവറാൾ നോക്കുന്ന രീതിയിലുള്ള ഒരു മാനേജ്മെന്റ് ലെവലിലായിരിക്കും. അങ്ങനെ പല രീതിയിലേക്ക് ഈ കുട്ടിക്ക് വഴികൾ നേരത്തെ തന്നെ അറിയുന്ന ഒരു രീതിയും, അതുകൊണ്ടാണ് ഈ ഒരു ഏർലി എക്സ്പോഷർ എന്നുള്ളൊരു കാര്യം വളരെ റിലവൻ്റ് ആവുന്നത്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൻ്റെ റിസർച്ച് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇതുപോലെയുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിക്കുക, അല്ലെങ്കിൽ അതിനുള്ള ആ ഒരു എഫേർട്ട് ഇടുകയും ആ ഒരു രീതിയിൽ കുട്ടികളെ നമ്മൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള താല്പര്യം ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ സ്റ്റേപ്പ് കൊണ്ട് നമ്മൾ സ്റ്റേപ്പിലെ പല കോഴ്സുകൾ കൊണ്ടും ആക്ടിവിറ്റീസ് കൊണ്ടും നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പം എല്ലാവരും കേട്ടതുപോലെ തന്നെ നമ്മുടെ ഡീപ് ടെക്കിൽ ഒരുപാട് റിസർച്ച് ടാൽറോപ്പിൻ്റെ എക്കോസിസ്റ്റത്തിൽ നടക്കുന്നുണ്ട്. ഇതിൽ വ്യത്യസ്ത ഇൻഡസ്ട്രികൾ, അഗ്രികൾച്ചറിൽ വരുന്നുണ്ട്, EV-യിൽ വരുന്നുണ്ട്, നമ്മളിപ്പോൾ പറഞ്ഞ ക്വാണ്ടം കമ്പ്യൂട്ടിംഗിൽ ഉൾപ്പെടെ വ്യത്യസ്ത മേഖലകളിൽ ഡീപ്പ് റിസർച്ച് നടക്കുന്നുണ്ട്. ഒരു പ്രധാന മേഖലയാണ് അഗ്രികൾച്ചർ ഇൻഡസ്ട്രി. അഗ്രികൾച്ചറിൽ നമുക്കറിയാം, ഇപ്പം അഗ്രികൾച്ചറിലും ഹോർട്ടിക്കൾച്ചറിലും ഒക്കെ ആയിട്ട് ഒരുപാട് സൊല്യൂഷൻസ് നമുക്ക് ഇന്ന് ഇൻഡസ്ട്രിയിൽ ആവശ്യമുണ്ട്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് ടാൽറോപ്പിൻ്റെ എക്കോസിസ്റ്റത്തിൽ നടക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്മുടെ ഹോട്ട് സീറ്റിൽ ഇപ്പോഴുള്ളത് നന്ദനയാണ്. നന്ദന നമ്മുടെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. നന്ദന, എന്തൊക്കെയാണ് നമ്മുടെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കുന്ന പ്രോജക്റ്റുകൾ, R&D വർക്ക്സ് എന്തൊക്കെയാണ്? ഇപ്പോൾ കറൻ്റ്ലി അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ സോയിലെസ് കൾട്ടിവേഷൻ ടെക്നിക്സ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. മണ്ണില്ലാതെ നമുക്ക് എങ്ങനെ ഇലവർഗ്ഗങ്ങൾ, പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യാം എന്നതാണ് നമ്മളിപ്പോൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കറൻ്റ്ലി ഉള്ള പ്രൊജക്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് റെസിഡൻഷ്യൽ പ്രൊജക്ട്സ് ഉണ്ട്. അങ്ങനെ വെച്ചാൽ ഹോം ഗാർഡൻ, നമുക്ക് വീട്ടിൽ തന്നെ 100, 200, 300 സ്ക്വയർ ഫീറ്റുകളിൽ ചെയ്യുന്ന ഒരു പ്ലാനാണ് നമ്മുടെ ഹോം ഗാർഡൻ പ്രൊജക്ട്. നമ്മുടെ വീട്ടിൽ പച്ചക്കറികൾ വളരെ ഫ്രഷ് ആയിട്ട് തന്നെ പെസ്റ്റിസൈഡോ കെമിക്കൽസോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ് ഹോം ഗാർഡൻ പറയുന്നത്. സോ നമുക്ക് നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ വീട്ടിനുള്ളിലോ ചെറിയൊരു സ്പേസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഹോം ഗാർഡൻ പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതാണ്. ഫുള്ളി അതിനകത്ത് നമ്മൾ സോയിലെസ് കൾട്ടിവേഷൻ ടെക്നിക് ആയിരിക്കും. ഹൈഡ്രോപോണിക്സ് വരുന്നുണ്ട്, ടവറോപോണിക്സ് വരുന്നുണ്ട്, അങ്ങനത്തെ പലതരം ഗ്രോ ബാഗ് സിസ്റ്റംസ് വരുന്നുണ്ട്. അതൊക്കെയാണ് നമ്മൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കൊമേഴ്ഷ്യൽ പ്ലാൻ ആയിട്ടുള്ള സ്മാർട്ട് ഗ്രോ വരുന്നുണ്ട്. സോ നമ്മൾ 1000 സ്ക്വയർ ഫീറ്റ് തൊട്ട് അതിന് മേലെയുള്ള എത്ര സ്ക്വയർ ഫീറ്റിലാണെങ്കിലും എത്ര സെന്റിലാണെങ്കിലും ഏക്കേഴ്സിലാണെങ്കിലും നമ്മൾ നമ്മുടെ കൊമേഴ്ഷ്യൽ പ്രൊജക്ട് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. വലിയൊരു സ്ഥലത്ത് നമുക്ക് ഹൈഡ്രോപോണിക്സ്, പോളി ഹൗസുകൾ, അതിനുള്ളിൽ തന്നെ ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ്, അക്വാപോണിക്സ്, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മെഡിസിനൽ ഗാർഡൻസ്, അത് പെരനിയൽ വുഡി പ്ലാന്റ്സ് എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് നമ്മുടെ കൊമേഴ്ഷ്യൽ പ്രൊജക്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഹോം കിച്ചൺ ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മൈക്രോ ഗ്രീൻസിന്റെ ഒരു പ്രൊജക്ട് ചെയ്യുന്നുണ്ട്.
അതുപോലെ തന്നെ നമുക്ക് ഡിഫറെൻ്റ്ലി ഏബിൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഹോർട്ടിക്കൾച്ചർ തെറാപ്പി എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് കറൻ്റ്ലി എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ടാൽറോപ്പിൻ്റെ സ്റ്റാർട്ടപ്പായ ടൈറ്റ്സ് വാലിയും അഗ്രികൾച്ചർ സ്റ്റാർട്ടപ്പായ അക്സിയും ചേർന്നിട്ടുള്ള ഒരു പ്രൊജക്ട്സ് ആണ് ഹോർട്ടിക്കൾച്ചർ തെറാപ്പി. സോ അതിലൂടെ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി മൊബിലിറ്റി കൂട്ടാനും അവരുടെ തിങ്കിങ് പവർ കൂട്ടാനും അവർക്ക് വേണ്ട എല്ലാ ഡെയിലി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള നമ്മുടെ കറന്റ് പ്രോജക്ട്സ്. നമ്മളിപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 55 പേരടങ്ങുന്ന R&D ഡിവിഷൻ അതിപ്പോൾ നമ്മൾ 500ലേക്ക് അടുത്ത സ്കെയിൽ ചെയ്യുകയാണ്. ഈ ഒരു ടീമിൻ്റെ വർക്കിൽ നിന്നാണ് ടാൽറോപ്പിൽ വ്യത്യസ്ത ഡീപ് ടെക് സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ 3 കാറ്റഗറിയിലാണ് ടാൽറോപ്പിൻ്റെ എക്കോസിസ്റ്റത്തിൽ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാകുന്നത്. ഒന്ന് നമ്മുടെ സേവി സ്റ്റാർട്ടപ്പാണ്, 2 നമ്മുടെ കൺസ്യൂമർ ടെക് സ്റ്റാർട്ടപ്പാണ്, നമ്മുടെ ഇപ്പോൾ കൊമേഴ്സ് സ്റ്റാർട്ടപ്പ് ഒക്കെ വരുന്ന കൺസ്യൂമർ ടെക്കിലാണ്. അതല്ലാതെ 3ാമത്തെ കാറ്റഗറിയാണ് ഡീപ് ടെക് സ്റ്റാർട്ടപ്പ്. അപ്പോൾ അതിലിപ്പോൾ അഗ്രികൾച്ചറിൽ നമ്മുടെ ഒരു പുതിയ സ്റ്റാർട്ടപ്പ് അക്സിയോ എന്നുള്ള സ്റ്റാർട്ടപ്പ് വന്നതും അതിൻ്റെ ഒരു ആക്ടിവിറ്റീസാണ് ഇപ്പോൾ നന്ദനം പറഞ്ഞിരുന്നത്. അപ്പോൾ ഇങ്ങനെ ടാൽറോപ്പിൻ്റെ ഈ R&D ഡിവിഷനിൽ നിന്നാണ് പുതിയ പുതിയ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ അക്സിയോ കേരളത്തിൽ വലിയൊരു റെവല്യൂഷൻ ഉണ്ടാക്കാൻ തയ്യാറെടുത്ത് കഴിഞ്ഞു. ഇപ്പോൾ കേരളത്തിലെ 1064 വില്ലേജ് പാർക്കുകൾ, 1064 ഗ്രാമങ്ങളിലൂടെ കേരളത്തിലെ താഴേക്ക് 19,489 വാർഡുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ആ ഒരു സ്കെയിലിങ്ങിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ് അക്സിയോ ഇപ്പോൾ ഒരുക്കുന്നത്. അത് കഴിഞ്ഞാൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഇന്ത്യയിലേക്ക് എത്തണം. അപ്പോൾ ഇന്ത്യയിലെ ലാർജസ്റ്റ് കൺസ്യൂമർ എക്കോണമിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വേൾഡ് 193 രാജ്യങ്ങളിലേക്കാണ്. അതായത് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കപ്പെടുന്ന സൊല്യൂഷൻസ് അതെന്ത് ചെയ്യണം, ഇന്ത്യയും കഴിഞ്ഞ് ലോകത്തിലേക്ക് എത്തണം. നമ്മളിപ്പോൾ കാലിഫോർണിയയിൽ ഉണ്ടാക്കപ്പെടുന്ന സൊല്യൂഷൻസ് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത് പോലെ. അപ്പോൾ ഇതിൻ്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഇപ്പോൾ കേരളം ഒരു R&D ഹബ്ബ് ആകണമെന്നാണ്. അപ്പോൾ നമുക്കറിയാം കാലിഫോർണിയയുടെ സിലിക്കൺ വാലിയിൽ മാർക്ക് സുക്കർബർഗ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ് ചെയ്തത്. അവൻ്റെ പ്രൊഡക്റ്റ് R&D ചെയ്തു. R&D ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു, അത് അമേരിക്ക മുഴുവൻ വന്നു, ലോകം മുഴുവൻ വന്നു. അപ്പം മാർക്ക് സുക്കർബർഗ് ഫേസ്ബുക്കിലൂടെ ക്യാഷ് ഉണ്ടാക്കിയത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അമേരിക്കയിൽ നിന്ന് മാത്രമല്ല, അല്ലെങ്കിൽ കാലിഫോർണിയ എന്നല്ല, 150 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മളുടെ R&D നടക്കേണ്ട മണ്ണ് കേരളത്തിലാണ്. ഒരു പ്രൊഡക്റ്റ് ഫൈനലായാൽ നമ്മളത് മറ്റ് സ്റ്റേറ്റുകളിലേക്ക് എത്തിക്കണം, മറ്റു രാജ്യങ്ങളിലേക്ക് എത്തിക്കണം. അപ്പം ഈ R&D നടക്കുന്ന കേരളത്തിൽ ഈ R&D ചെയ്യുന്ന ടീമിനെയാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദനെ നമ്മളിപ്പം അഗ്രികൾച്ചറിൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്തു. അപ്പോൾ നന്ദന, ഇതിൽ എന്തൊക്കെയാണ് വളരെ വ്യത്യസ്തമായിട്ട് അഗ്രികൾച്ചറിൽ ഇപ്പോൾ നടക്കുന്ന മറ്റ് ഇനിഷ്യേറ്റീവുകൾ? നമ്മുടെ സ്കൂളിൽ ഇൻവെൻറ്റർ പാർക്ക്, LVHS പോത്തൻകോട് ഇൻവെൻറ്റർ പാർക്ക് ഉണ്ട്. സോ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഇൻട്രസ്റ്റ് ഉള്ള അഗ്രികൾച്ചർ മേഖലയിൽ ഇൻട്രസ്റ്റ് ഉള്ള കുറച്ച് സ്റ്റുഡൻസിന് നമ്മൾ അഗ്രി ക്വസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്. അത് വളരെ നമുക്കിപ്പോൾ അഗ്രികൾച്ചറിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറിയൊരു ലെവലിൽ തന്നെ, നമ്മളിപ്പോൾ സാധാരണ അഗ്രികൾച്ചർ കാണുന്നത് കോളേജ് ലെവലിലും അങ്ങനെയൊക്കെയാണ്. ഇത് സ്കൂൾ ലെവലിൽ തന്നെ ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസിന് നമ്മൾ ഒരു കോഴ്സ് എടുക്കുന്നുണ്ട്. അതിലൂടെ നമുക്ക് നമ്മുടെ സോയിൽലെസ് കൾട്ടിവേഷൻ ടെക്നിക്സ് ആയ ഹൈഡ്രോപോണിക്സ്, അക്വാപോണിക്സ് ഇതൊക്കെ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അതിലൂടെ നമുക്ക് അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ട്, വീട്ടിൽ കുറച്ച് പച്ചക്കറികളുണ്ട്, അതിലെന്തെങ്കിലും പെസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളോ ചെടിക്ക് വരികയാണെങ്കിൽ അതെല്ലാം നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യാം, എളുപ്പത്തിൽ കെമിക്കലൊന്നും യൂസ് ചെയ്യാതെ എങ്ങനെ സോൾവ് ചെയ്യാം, അങ്ങനെ പല രീതിയിലുള്ള പുതിയ ടെക്നോളജിയായുള്ള മൈക്രോ ഗ്രീൻസ്, അങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ അവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. സോ ഒരു ചെറിയ ക്ലാസ്സിൽ തന്നെ അവർക്ക് അഗ്രികൾച്ചറിനെ കുറിച്ച് അത്യാവശ്യം നോളജ് ഗെയിൻ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളിനി പറയുമ്പം പുതിയ ഫാർമേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറിൻ്റെ ലെവലിലായിരിക്കും. ഇന്ന് നമ്മളൊരു ഫാർമർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഒരു വയലിൽ നിൽക്കുന്ന ഒരു അപ്പൂപ്പൻ, ഒരു തലയിലേക്ക് ഒരു കെട്ട കെട്ടി ഒരു ഒറ്റ മുണ്ട കൊടുത്ത് അല്ലെങ്കിൽ ഒരു തോർത്ത കൊടുത്ത് നിൽക്കുന്ന ഒരു സംഭവം, ഇതായിരിക്കും നമ്മുടെ ഫീൽഡുള്ളത്. പക്ഷെ ഭാവിയിൽ നമ്മൾ കർഷകരെന്ന് പറയുമ്പോൾ ഒരു ഡോക്ടർക്ക് നിൽക്കുന്ന ലെവലിലായിരിക്കും. കാര്യം ഇനി ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് കൃഷിയിലേക്ക് പോകുന്നത്. ഇപ്പോൾ വിഷരഹിത പച്ചക്കറി വേണമെങ്കിൽ വിഷം അടിക്കേണ്ടി വരുന്ന എപ്പോഴാണ്, കീടനാശിനി അടിക്കുമ്പോഴാണ് വിഷമാവുന്നത്. ഈ കീടനാശിനി അടിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കീടങ്ങൾ വരുന്നത് കൊണ്ടാണ്. അപ്പോൾ കീടങ്ങൾ വന്നാൽ കീടനാശിനി അടിച്ചേ പറ്റൂ. അപ്പോൾ കീടങ്ങൾ വരാണ്ട് കൃഷി ചെയ്യണമെങ്കിൽ നമുക്ക് ടെക്നോളജി ഉപയോഗിക്കണം. അപ്പോൾ ടെക്നോളജി ഉപയോഗിച്ച് കൃഷി ചെയ്യണമെങ്കിൽ നമ്മൾ 22-23 വയസ്സിലും തുടങ്ങിയിട്ട് കാര്യമില്ല. വളരെ ചെറുതിലേ നമ്മുടെ മക്കളെ നമുക്ക് കൃഷിയിലേക്ക് കൊണ്ടുവരാനും കൃഷിയുടെ അഗ്രികൾച്ചർ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരാനും ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള അഡ്വാൻസ് ടെക്നോളജീസിനെ മാക്സിമം കുട്ടികളിലേക്ക് എത്തിച്ച് വളരെ ചെറുതിലേ അവർ ഈ കൃഷി ഇൻഡസ്ട്രിയെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാക്കലാണ് നമ്മളിപ്പോൾ ഈ അഗ്രോ ക്വസ്റ്റിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നത്, പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിലെ മറ്റൊരു ടീംമേറ്റ് നിഹാൽ നമുക്കൊപ്പം ഉണ്ട്. നിഹാൽ, എന്തൊക്കെയാണ് നമ്മുടെ R&D ആക്ടിവിറ്റീസിന്റെ പുതിയ അപ്ഡേറ്റ്സ്? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു അഗ്രികൾച്ചറിൻ്റെ R&Dയുടെ ഒരു ജേണി ജസ്റ്റ് ഒന്ന് പറയാം. അഗ്രികൾച്ചർ R&D എങ്ങനെ സ്റ്റാർട്ട് ചെയ്തതെന്ന്. അപ്പോൾ ടാൽറോപ്പിലോട്ട് നമ്മൾ ജോബിന് കയറിയതിന് ശേഷം ഇവിടെ എന്തെങ്കിലും പുതുതായിട്ട് തുടങ്ങണം എന്ന് വിചാരിച്ചിട്ടാണ് ഹൈഡ്രോപോണിക്സ് എന്ന കൺസെപ്റ്റിലോട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്തത്. ദെൻ അതിന് ഭാഗമായിട്ട് എന്ത് ചെയ്ത് ലക്ഷ്മി വിലാസ് ഹൈസ്കൂളിൽ ഒരു 200 സ്ക്വയർ ഫീറ്റ് സ്ഥലം എന്ത് ചെയ്ത് സ്കൂളിൻ്റെ സൈഡിൽ നിന്ന് കിട്ടി. ദെൻ അവിടെ നമ്മൾ എന്ത് ചെയ്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ബിൽഡ് ചെയ്തത് ഒരു മിനിയേച്ചർ പോളി ഹൗസ് ആയിരുന്നു. ദെൻ ആ പോളി ഹൗസ് കൺസ്ട്രക്ട് ചെയ്ത് അവിടെയാണ് നമ്മൾ R&D പ്രൈമറിൽ സ്റ്റാർട്ട് ചെയ്തത്. ദെൻ അവിടെ വന്ന് മറ്റൊരു പ്രശ്നം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി കണക്ഷൻ്റെ ഒരു പ്രശ്നമായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ആലോചിച്ചു എങ്ങനെ ഇപ്പോൾ ഇലക്ട്രിസിറ്റി കൊണ്ടുവരാം.
അതിന് എന്തെങ്കിലും ഇന്നോവേഷൻ കൊണ്ടുവന്നാലോ എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പോൾ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ എന്ത് ചെയ്ത് ഒരു ബ്രെയിൻ സ്റ്റോമിങ് കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് സജഷൻ വന്നു, നമുക്ക് എന്തുകൊണ്ട് സോളാർ പാനൽ വിത്ത് ഒരു DC സിസ്റ്റം കൊണ്ടുവന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രിസിറ്റിയുടെ കാര്യം അവിടെ പരിഹരിക്കും. ദെൻ ആ ഒരു സിസ്റ്റം നമ്മളെ പോളിയോസിലോട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് ദെൻ ഒരു 1 മന്ത് നമ്മൾ റൺ ചെയ്തപ്പോൾ അത് ഓക്കെ ആയി. ദെൻ അവിടെ നിന്ന് നമ്മൾ ചിന്തിച്ചപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായത് എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിലെ എല്ലായിടത്തും ചീര അങ്ങനെ ഒരുവിധ എല്ലാ ഇലവർഗ്ഗങ്ങളും ഉണ്ട്. എന്തുകൊണ്ട് നമുക്ക് ലെറ്റ്യൂസ്, പാലക്ക്, കേല്, അതായത് ദുബായിൽ അല്ലെങ്കിൽ UK പോലെ രാജ്യങ്ങളിൽ ഗ്രോ ചെയ്യുന്ന പ്ലാന്റ്സ് എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ സ്വന്തം കേരളത്തിൽ വളർത്തിക്കൂടാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് ലെറ്റ്യൂസ്, പാലക്ക്, കേല് ഇതിനെല്ലാം ഒരു പ്രൈമറി സ്റ്റേജ് എന്ന രീതിയിൽ ഒരു ഹൈഡ്രോപോണിക് സെറ്റപ്പ്, മിനിയേച്ചർ ഹൈഡ്രോപോണിക് സെറ്റപ്പ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 100 നമ്പേഴ്സ് ഓഫ് പ്ലാന്റ്സ് ഉള്ള ഒരു സെറ്റപ്പ് ആയിരുന്നു. then അവിടെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് ഫേസ് ചെയ്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്ലാന്റ്സിനും ഓരോ ബിഹേവിയർ ആയിരുന്നു. ദെൻ ആ ബിഹേവിയർ നമ്മൾ ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള ഓരോ സ്റ്റേജിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് സപ്ലൈ ചെയ്യണമെന്നായിരുന്നു. then അതും നമുക്കൊരു പ്രശ്നമായിരുന്നു. കാരണം ആ ഒരു ന്യൂട്രിയൻസ് നമ്മൾ സപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 2 മന്ത് നമ്മൾ വെയിറ്റ് ചെയ്യണം. then അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്ത് ദെൻ അനദർ റിസർച്ച് സ്റ്റാർട്ട് ചെയ്ത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഇതിനായിട്ട് എന്ത് ചെയ്യുക, നമുക്ക് സിമുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ പ്ലാന്റിന് ഇന്ന സ്റ്റേജിൽ ഇത്ര ഗ്രാം ഓഫ് നൈട്രജൻ അല്ലെങ്കിൽ ഇത്ര ഗ്രാം ഓഫ് പൊട്ടാസ്യം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഔട്ട്പുട്ട് കിട്ടുന്നത് സോഫ്റ്റ്വെയർ മുഖാന്തരം ഞങ്ങൾക്ക് അറിയാൻ പറ്റി. അങ്ങനെ എന്ത് ഒരു 1 വീക്കിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലാന്റ്സിൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാവുന്ന ഒരു ഔട്ട്പുട്ട് കിട്ടി. ദെൻ ആ ഒരു ചേഞ്ച് ആയിരുന്നു ഞങ്ങൾ എന്ത് ചെയ്ത് റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയത്. ദെൻ ഒരു 99% നമുക്ക് സക്സസ് റേറ്റ് ആയിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ എന്ത് ചെയ്ത് ഹൈഡ്രോപോണിക്സിന് ആവശ്യമായിട്ടുള്ള ഓരോ പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ഫോർമുല നമ്മൾ എന്ത് ചെയ്ത് ഒരു ന്യൂട്രിയൻ ഫോർമുല ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ അനദർ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ കേസ് ഇതൊരു സ്റ്റാർട്ടപ്പായി മാറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മിനിയേച്ചർ സെറ്റപ്പ് നമ്മൾ ഓരോ പഞ്ചായത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഓരോ പഞ്ചായത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 100 നമ്പേഴ്സ് ഓഫ് പ്ലാന്റ്സ് ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ അവർ പറയും ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു 10 പാലക്ക് വേണം അല്ലെങ്കിൽ 20 കേല് വേണം. അങ്ങനെ മൾട്ടിപ്പിൾ പ്ലാന്റ്സ് ആയിരിക്കും ചിലപ്പോൾ അവർ പറയാം. ഈ മൾട്ടിപ്പിൾ പ്ലാന്റ്സിന് മൾട്ടിപ്പിൾ സൊല്യൂഷൻ കൊടുത്തു കഴിഞ്ഞാലും അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര റിസ്കി ആയിരിക്കും. എന്തുകൊണ്ട് മൾട്ടിപ്പിൾ പ്ലാന്റ്സിന് ഒറ്റ ന്യൂട്രിയൻ സൊല്യൂഷൻ നമുക്ക് കൊടുത്തുകൂടാ. അങ്ങനെ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയപ്പോൾ എന്ത് ചെയ്ത് പിന്നെ നമ്മൾ സോഫ്റ്റ്വെയറിൽ വർക്കൗട്ട് ചെയ്ത് ഒരു 2 വീക്സിൻ്റെ അകത്ത് നമ്മൾ പുതിയൊരു ഫോർമുല ക്രിയേറ്റ് ചെയ്ത്. നമ്മളെ ഫസ്റ്റ് അഗ്രികൾച്ചറിൻ്റെ ഒരു R&D പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞത് ഹൈഡ്രോപോണിക്സിന്റെ ന്യൂട്രിയൻസ് ഫോർമുല ആയിരുന്നു. ദെൻ ഞങ്ങളുടെ ഫസ്റ്റ് പ്രൊജക്റ്റ് ആക്സിയോന്റെ ഫസ്റ്റ് പ്രൊജക്റ്റ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തത് നമ്മുടെ മുന്നത്തെ ISRO ചെയർമാൻ ഉണ്ട് ഡോക്ടർ ജി മാധവൻ നായർ സാറ് വീട്ടിലായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ഹൈഡ്രോപോണിക്സിന്റെ സിസ്റ്റം ഉണ്ടായിരുന്നു. ആ സിസ്റ്റത്തിന്റെ പേര് NFT എന്നായിരുന്നു, ന്യൂട്രിയൻ ഫിലിം ടെക്നിക്. അപ്പൊ അതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെന്ത് ചെയ്യാം, കുറച്ച് വെള്ളം മതി, അതുപോലെ കുറച്ച് സ്ഥലം മതി, മിനിമം സ്പേസിൽ മിനിമം വാട്ടർ യൂസ് ചെയ്തിട്ട് മാക്സിമം നമ്പേഴ്സ് ഓഫ് പ്ലാന്റ്സ് വിത്ത് മാക്സിമം ഔട്ട്പുട്ട്. അതായിരുന്നു NFT കൺസെപ്റ്റ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു നോളജ് വെച്ചിട്ട് ചെറിയൊരു സിസ്റ്റം ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ അതിൻ്റെ ഒരു മെയിൻ്റെനൻസിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് അദ്ദേഹം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഞങ്ങളത് ഏറ്റെടുത്തിട്ട് വളരെ ഭംഗിയായ രീതിയിൽ എന്ത് ചെയ്ത് ഒരു NFT സിസ്റ്റം ഓൾമോസ്റ്റ് ഒരു 50 നമ്പേഴ്സ് ഓഫ് പ്ലാന്റ്സും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു എയറോപോണിക്സിന്റെ ഒരു ടവറും ഇതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്ത് 1 മന്ത് ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്തു. ദെൻ സക്സസ്ഫുള്ളി ഞങ്ങൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ചെയ്തിട്ട് 6 മന്തായി. അപ്പോൾ ഈ 6 മന്തിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് എന്ത് ചെയ്തു ഓൾമോസ്റ്റ് 3 ടൈംസ് ഹാർവെസ്റ്റ് എടുത്തു. ദെൻ അദ്ദേഹം വളരെയധികം ഹാപ്പി ആയിട്ട് പറഞ്ഞു, ഇത്ര അധികം നമുക്ക് ഇത്രയും എഫിഷ്യൻസി ഉള്ള ഒരു R&D ഡിപ്പാർട്ട്മെന്റും അതേപോലെ തന്നെ അഗ്രികൾച്ചർ ഇന്നോവേഷൻസും എന്തുകൊണ്ട് ഓരോ വീടുകളിലോട്ട് നമുക്ക് കൊടുത്തുകൂടാം. നമുക്ക് ടാൽഡ്രോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഓരോ പഞ്ചായത്തിലും ഓരോ വില്ലേജ് പാർക്ക് വരുന്നുണ്ട്. ദെൻ ആ ഒരു പഞ്ചായത്തിൽ എന്തുകൊണ്ട് നമുക്ക് ഒരു പഞ്ചായത്തിൽ ഒരു 2-3 വീട് ചെയ്താൽ മതി. ദെൻ ഹോം ഗാർഡൻ കൺസെപ്റ്റ്, അതേപോലെ സ്മാർട്ട് ഗ്രോ കൺസെപ്റ്റ്. ഞങ്ങളുടെ സ്മാർട്ട് ഗ്രോന്റെ ഫസ്റ്റ് കൺസെപ്റ്റ് ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തത് കടക്കലായിരുന്നു. കടക്കൽ ഓൾമോസ്റ്റ് 2000 സ്ക്വയർ ഫീറ്റിലായിരുന്നു സ്മാർട്ട് ഗ്രോന്റെ ഫസ്റ്റ് പോളിയോസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. ദെൻ അവിടെ ചെയ്തത് LVHS ഒരു വ്യത്യസ്തത എന്താണ് കടക്കൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഫുള്ളി എൻവയോൺമെന്റ് കൺട്രോൾ ചെയ്തിട്ടാണ്. LVHS എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയൊരു സ്പേസിൽ ചെയ്തിട്ടുള്ള ഒരു പോളിയോസ് ആയിരുന്നു. ദെൻ അത് നമ്മൾ കടക്കൽ പോളിയോസിലോട്ട് ആകുമ്പോൾ 1800 സ്ക്വയർ ഫീറ്റ്. ദെൻ അത്രയും വാസ്റ്റ് ഏരിയയിൽ ചെയ്യുമ്പോൾ അവിടെ എൻവയോൺമെന്റിൽ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് ഇന്ന് രാവിലെ മഴയാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് വെയിലായിരിക്കും, അല്ലെങ്കിൽ രാവിലെ വെയിലാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് മഴയായിരിക്കും. അപ്പൊ ആ പുറത്ത് വരുന്ന ആ ഒരു ക്ലൈമറ്റുമായി നമ്മളെ പ്ലാന്റ്സിന് ഒരിക്കലും അഡാപ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല.
ഇതങ്ങനെ എന്ത് ചെയ്ത് ഒരു കൺട്രോൾഡ് എൻവയോൺമെന്റൽ അഗ്രികൾച്ചർ എന്ന കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് കടക്കൽ നമ്മൾ 1800 സ്ക്വയർ ഫീറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്തത്. അവിടെ ഓൾമോസ്റ്റ് ഒരു 2000 നമ്പേഴ്സ് ഓഫ് പ്ലാൻസ് ഇംപ്ലിമെന്റ് ചെയ്തു. സക്സസ്ഫുള്ളി അത് റണ്ണിങ് ആണ്. അവിടെ ഞങ്ങൾ ഫേസ് ചെയ്തിരുന്ന ഒരു പ്രശ്നം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ന്യൂട്രിൻ സൊല്യൂഷന്റെ കേസ് തന്നെ ആയിരുന്നു. അവിടെ നമ്മൾ ചെയ്തിരുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ അതായത് നമ്മൾ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു ന്യൂട്രിയൻസ് ഉണ്ടായിരുന്നു. ദെൻ ആ ഒരു ന്യൂട്രിയൻസും നമ്മുടെ ന്യൂട്രിയൻസും, അതായത് നമ്മുടെ R&Dയുടെ ഓൺ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഹൈഡ്രോപോണിക്സിന്റെ ന്യൂട്രിയൻസും പുറത്തുനിന്ന് പർച്ചേസ് ചെയ്തുള്ള ന്യൂട്രിയൻസും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ സക്സസ്ഫുള്ളി അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ തന്നെ ഓൺ R&D പ്രൊഡക്റ്റ് ആയിരുന്നു, നല്ല രീതിക്ക് ഈൽഡും കാര്യങ്ങളും തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വ്യത്യസ്തമായ ഇനിഷ്യേറ്റീവുകളാണ് നമ്മുടെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ, അഗ്രികൾച്ചർ R&D ഡിവിഷനിൽ നടക്കുന്നത്. അപ്പോൾ ഇനി ഒരുപാട് പുതിയ അഗ്രികൾച്ചർ സെക്ടറിൽ ടാൽറോപ്പിന്റെ പുതിയ ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ വരുന്നുണ്ട്. പുതിയ ഒരുപാട് വെഞ്ചേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ, ഇന്ത്യയിൽ, വേൾഡിൽ അഗ്രികൾച്ചർ ഇൻഡസ്ട്രിയിൽ, അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തൊക്കെ മാറ്റങ്ങൾ വന്നാലും മനുഷ്യന് കഴിക്കാൻ ഭക്ഷണം വേണം. അതിൽ എന്തൊക്കെ പുതുമകൾ കൊണ്ടുവരാം, അല്ലെങ്കിൽ ആളുകളുടെ ഹെൽത്ത് അതിനെ കൃത്യമായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് എന്തൊക്കെ പുതിയ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് കൊണ്ടുവരാം, പുതിയ പ്രോഡക്ട്സുകൾ കൊണ്ടുവരാം, ഇതെല്ലാമാണ് ടാൽറോപ്പിന്റെ അഗ്രികൾച്ചർ R&D ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ R&D സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് എയറോസ്പേസ് ആൻഡ് ഡിഫൻസ്. അപ്പോൾ അതിൽ നമ്മുടെ ഹാഫിസ് എന്ന് നമുക്കിപ്പോൾ ഉണ്ട്. ഹാഫിസ്, എന്തൊക്കെയാണ് ഇപ്പോഴത്തെ R&D ആക്ടിവിറ്റീസ്? യെസ്, ഇപ്പോൾ മെയിൻലി നമ്മൾ വർക്ക് ചെയ്യുന്നത് എയറോസ്പേസ് ആൻഡ് ഡിഫൻസിലാണ്. അപ്പോൾ എയറോസ്പേസ് ആൻഡ് ഡിഫൻസ് എന്ന് പറയുമ്പോൾ ലൈക്ക് ഇപ്പോഴത്തെ ഒരു യുദ്ധമുറ എന്ന് നമ്മൾ നോക്കുമ്പോൾ തന്നെ, ഇപ്പോൾ യുക്രൈൻ റഷ്യ വാർ വരുന്നാലും, അല്ലെങ്കിൽ ഇസ്രായേൽ ഫലസ്തീൻ ഏതൊരു വാർ വന്നാലും, ഇന്ത്യ പാകിസ്ഥാൻ വിഷയങ്ങൾ വരുമ്പോഴൊക്കെ ഇന്ന് കുറേയും കൂടി മിലിറ്ററി കുറേയും കൂടി ഹോം ബേസിൽ ഇരുന്നിട്ട് ഡ്രോൺ യൂസ് ചെയ്തിട്ടാണ് അറ്റാക്കിങ് അല്ലെങ്കിൽ സർവൈലൻസ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഇപ്പോൾ ബേസിക്കലി ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു 3 രീതിയിലാണ്. ഇപ്പോൾ കറന്റ് നമ്മൾ ഡ്രോണുകളെല്ലാം വർക്ക് ചെയ്യുന്നത് ഒരു 3 ടെക്നോളജി വെച്ചിട്ടാണ്. ISR എന്ന് പറഞ്ഞാൽ ഇന്റലിജൻസ്, സർവൈലൻസ്, റിക്കോനൈസൻസ്. ഇന്റലിജൻസ് പറയുമ്പോൾ ഒരു ഡ്രോണിന് സ്വന്തമായിട്ടൊരു AI ഉണ്ടാവുക. സർവൈലൻസ് എന്ന് പറയുമ്പോൾ ആ ഡ്രോണിനെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഏതെങ്കിലും സ്ഥലത്ത് സർവേ ചെയ്യാൻ വേണ്ടിയിട്ട് വിടുക. റിക്കോനൈസൻസ് എന്ന് പറയുമ്പോൾ ആ ഡ്രോൺ തന്നെ ഒരു വാർ ഹെഡ് യൂസ് ചെയ്തിട്ട് എവിടെയെങ്കിലും പോയി സ്ട്രൈക്ക് ചെയ്യുക എന്ന രീതിയിലാണ് നമ്മളത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 3 ഫീൽഡുകളിലേക്ക് നമുക്ക് എൻട്രി കിട്ടണമെങ്കിൽ ശരിക്കും നമ്മൾ വേറൊരു 3 ഫീൽഡിലെ ടെക്നോളജി ആയിരിക്കണം നമ്മൾ അച്ചീവ് ഉണ്ടാവുന്നത്. ഇപ്പോൾ ഒന്നാമത്തേന്ന് പറയുന്നത് നമ്മളുടെ ഒരു സ്വന്തം ആ ഡ്രോണ് സ്വന്തമായിട്ടൊരു AI ടെക്നോളജിയാണ്. അപ്പോൾ AI ടെക്നോളജി എന്ന് പറയുമ്പോൾ ആ ഡ്രോൺ സ്വന്തമായിട്ട് ഡിസിഷൻസ് എടുക്കണം, നിൽക്കുന്ന അറ്റ്മോസ്ഫിയർ കറക്റ്റായിട്ട് അനലൈസ് ചെയ്യണം, അത്തരം കാര്യങ്ങൾ ചെയ്യണം. 2 എന്ന് പറയുന്നത് ആ ഡ്രോൺ ഒരു സ്വാം ഡ്രോൺ, ഒരു കളക്ഷൻ ഓഫ് ഡ്രോൺ ആയിട്ടായിരിക്കണം വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിക്ക് ഒരു ഡ്രോണിനെ വിടുമ്പോൾ ആ ഒരു ഡ്രോൺ ആയിട്ടായിരിക്കില്ല നമ്മൾ ഡ്രോണിനെ വിടുന്നത്. അതൊരു കളക്റ്റീവ് ഡ്രോണുകളായിട്ട് ഒരു സ്വാം ടെക്നോളജി ആയിട്ടായിരിക്കണം നമ്മൾ വിടുന്നുണ്ടാവുക. മൂന്നാമത്തേന്ന് പറയുന്നത് ഇതിന്റെ ഒരു പവർ ലിമിറ്റേഷൻ ആണ്. ഇപ്പോൾ നമ്മളുടെ യൂസ് ചെയ്യുന്ന ഡ്രോണുകളെല്ലാം ഒരു ഇലക്ട്രിക്കൽ ബാറ്ററി ബേസ് ചെയ്തിട്ടുള്ള ഡ്രോണുകളാണ്. അപ്പോൾ ഇതിനെല്ലാം ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ബാറ്ററി വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചാർജ് തീർന്നു പോകുന്ന രീതിയിലുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ 3 ടെക്നോളജികളാണ് നമ്മൾ ഇനി നമ്മളുടെ ഡ്രോണുകൾ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ അതിലിപ്പോൾ നമ്മളിപ്പോൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഈ 3 ടെക്നോളജിയിലാണ്. അതിൽ നമ്മളിപ്പോൾ ഫസ്റ്റ് എന്ന രീതിയിൽ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് കുറച്ചും കൂടി പവർ കുറച്ചുകൂടി ഫ്ലൈറ്റ് ടൈം കുറച്ചുകൂടി കൂടുതൽ കിട്ടാവുന്ന രീതിയിലുള്ള ഡ്രോണുകൾ ഡെവലപ്പ് ചെയ്യാവുന്ന രീതിയിലാണ്. അപ്പോൾ അതിലാണിപ്പോൾ നമ്മൾ ആലോചിക്കുന്നത്. നമ്മൾ സാധാരണ രീതിയിൽ ഡ്രോണുകളെല്ലാം വർക്ക് ചെയ്യുന്നത് ബാറ്ററിയിലാണ്, പ്രൊപ്പലൈസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ എന്തുകൊണ്ട് പ്രൊപ്പലൈസിന് പകരം അവിടെ ഒരു ഫ്യൂവൽ യൂസ് ചെയ്തിട്ട് സാധാരണ മിനി ജെറ്റ് എൻജിൻസ് പോലെയുള്ള സംവിധാനത്തിൽ ട്രസ്റ്റ് ജനറേറ്റ് ചെയ്ത് എന്തുകൊണ്ട് അത്തരത്തിലുള്ള ഡ്രോണുകൾ ഡെവലപ്പ് ചെയ്തുകൂടാ എന്ന രീതിയിൽ ആലോചിക്കുന്നത്. അപ്പോൾ അത് ആലോചിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത്, നമ്മൾ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഡ്രോണിന് 1 മിനിറ്റാണ് ഫ്ലൈറ്റ് ടൈം കിട്ടണമെങ്കിൽ ഫ്യൂവലിൽ വർക്ക് ചെയ്യുന്ന ഡ്രോണിന് 1:50 ടൈംസ് ആണ് ഫ്ലൈറ്റ് ടൈം കിട്ടുന്നത്. മറ്റേത് 1 hour ഫ്ലൈ ചെയ്യുമെങ്കിൽ ഇത് 50 hours ഫ്ലൈ ചെയ്യും. അപ്പോൾ 1:50 ആണ് അതിന്റെ റേഷ്യോ വരുന്നത്. അപ്പൊ ആ രീതിയിൽ ആലോചിച്ചപ്പോഴാണ് നമുക്ക് ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇത്തരത്തിലുള്ള ഒരു മിനി ജെറ്റ് എൻജിൻസ് യൂസ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ഡ്രോണുകൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഓഫ് കോഴ്സ് ഇതൊരു സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു R&D പ്രോസസ്സാണ്. ഒരു 3 to 4 ഇയേഴ്സിനോടുള്ളിലാണ് നമുക്കത് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ സ്വാം ടെക്നോളജി അച്ചീവ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു 4-5 years ആകുമ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞതുപോലെ AI ഒക്കെ നല്ല രീതിയിൽ അഡ്വാൻസും, അപ്പോൾ ആ AI ഇൻറ്റിഗ്രേഷൻ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്ത് ഒരു ഡ്രോൺ നമ്മൾ B2B എന്ന രീതിയിൽ ഡിഫൻസിന് വേണ്ടിയിട്ടോ എയറോസ്പേസിന് വേണ്ടിയിട്ടോ യൂസ് ചെയ്യുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്യാവുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്.
അപ്പോൾ നമുക്ക് ഡിഫൻസിലേക്ക് അറിയാം, നമുക്ക് ഡ്രോണിൻ്റെയൊക്കെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഡ്രോണിൻ്റെയൊക്കെ ആവശ്യകതകൾ അറിയാം. അപ്പോൾ നമുക്ക് എയറോസ്പേസ് ആൻഡ് ഡിഫൻസിലും ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള R&D പ്രോഡക്റ്റുകൾ അതൊക്കെ നമുക്ക് വലിയ സ്റ്റാർട്ടപ്പുകളാക്കാൻ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ രാജ്യത്തൊക്കെ തന്നെ വലിയ സാധ്യതകളുണ്ട്. ഈ സാധ്യതകളെയാണ് നമ്മുടെ R&D ടീം എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഹാഫിസ്, നമ്മുടെ അൽഗോരിതം ലാബ് നമ്മുടെ ഒരു വലിയ സ്വപ്ന പ്രോജക്റ്റാണ്. അത് ഹെഡ് ചെയ്യുന്ന ആളാണ് ഹാഫിസ്. ഹാഫിസിന് എന്താണ് അതിനെക്കുറിച്ച്, അൽഗോരിതം ലാബിനെ കുറിച്ച് പറയാനുള്ളത്? ഓക്കെ, അൽഗോരിതം ലാബ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഫണ്ടമെന്റൽ റിസർച്ച് സ്പേസ് ആണ്. ഇപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാർട്ടപ്പുകൾ ഡെവലപ്പ് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ ഏതൊരു സ്റ്റാർട്ടപ്പ്, ഡിജിറ്റൽ അസറ്റ് എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പാണ്, അത് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ സ്റ്റാർട്ടപ്പുകൾ ഫോം ചെയ്യണമെങ്കിൽ അവിടെ പുതിയ ഇന്നോവേഷൻസോ അല്ലെങ്കിൽ പ്രൊഡക്റ്റുകളോ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ അതിന് ബേസിക്കലി ഒരു R&D ടീമാണ്. ശരിക്കും R&Dയുടെ ഒരു ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര കോംപ്ലക്സ് ഒന്നുമല്ല. അതായത് ഒരു കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റോ സർവീസോ ഡെവലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ഇന്നോവേറ്റ് ചെയ്യാനോ ഇമ്പ്രൂവ് ചെയ്യാനോ വേണ്ട ആ കമ്പനി എടുക്കുന്ന എല്ലാ ആക്ടിവിറ്റീനെയും നമ്മൾ എന്ത് ചെയ്യുക, R&D എന്ന രീതിയിൽ തന്നെ പറയണം. അപ്പോൾ ഒരാളെ മാറ്റി പുതിയൊരാളെ വയ്ക്കുന്നത് പോലും നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, R&D എന്ന രീതിയിൽ പറയാം. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള പുതിയ സ്റ്റാർട്ടപ്പുകൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. ഇപ്പോൾ ഒരു സോളാർ പാനൽ ഞാനിപ്പോൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു സ്റ്റാർട്ടപ്പ് ഞാൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ പ്രൊഡക്റ്റ് സൈഡിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ഞാൻ അതിന് ഫസ്റ്റ് പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കും, എന്നിട്ട് അത് എനിക്കിത് സ്റ്റാർട്ടപ്പ് ആക്കി മാറ്റാനായിട്ട് പറ്റും. പക്ഷേ ഈ പ്രൊഡക്റ്റ് സൈഡ് ഡെവലപ്പ് ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ തിയറിറ്റിക്കൽ സൈഡിൽ നമ്മൾ കുറച്ച് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ലൈക്ക് നമ്മൾ ഏതൊരു സാധനവും നമ്മൾ ഫസ്റ്റ് വർക്ക് ചെയ്യുന്നത് എന്താണ്, തിയറിയിലാണ്. എൻ്റെ റിസർച്ച് പക്ക ഫണ്ടമെന്റൽ പെൻ ആൻഡ് പേപ്പർ റിസർച്ച് എന്ന് പറയുന്ന പോലെയുള്ള തിയറിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള തിയറികളിൽ വർക്ക് ചെയ്യാനും പേപ്പറുകൾ പബ്ലിഷ് ചെയ്യാനും റിസർച്ച് പേപ്പറുകൾ റിവ്യൂ ചെയ്യാനും അത്തരത്തിലുള്ള ഒരു സ്പേസ് ആണ് ബേസിക്കലി നമ്മൾ അൽഗോരിതം ലാബ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഐമോഡ് എന്ന് വിളിക്കുന്ന നമ്മളുടെ അൽഗോരിതം ലാബ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് നോക്കിയയുടെ ബെൽ ലാബ്സ് ഉണ്ട്. ബെൽ ലാബ്സിന്റെ സ്റ്റോറി ഭയങ്കര രസകരമാണ്. ഇപ്പോൾ 1940s നമ്മൾ അലക്സാണ്ടർ ഗ്രഹാം ബെൽ ഫോൺ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഫോൺ കണ്ടുപിടിച്ചു, ആ ഫോണിന്റെ ഒരു സാധ്യത ആ ഒരു ഇൻഡസ്ട്രിക്ക് മനസ്സിലായപ്പോഴാണ് AT&T പോലുള്ള കമ്പനികളെല്ലാം വന്ന് ബെൽ ലാബ്സ് എന്ന് പറയുന്ന ഒരു ലാബ് തുടങ്ങുന്നത്. അപ്പോൾ ബെൽ ലാബ്സിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഇനി AT&T പോലുള്ള മറ്റ് ഇൻഡസ്ട്രികൾക്ക് ആവശ്യമായിട്ടുള്ള റിസർച്ച്, ഫണ്ടമെന്റൽ റിസർച്ച്, അവിടെ കുറേ സയന്റിസ്റ്റുകളുണ്ട്, അവർ ഫ്രീ ആയിട്ട് വിട്ടേക്കാണ്. അവർക്ക് ഇഷ്ടമുള്ള ഒരു പേൻ എടുക്കുക, പേപ്പർ എടുക്കുക, ഇഷ്ടമുള്ള റിസർച്ച് ചെയ്യുക. അപ്പോൾ അങ്ങനെ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ മെസ്സേജ് അയക്കുന്ന ഇൻഫർമേഷൻ തിയറി ആ ലാബിൽ നിന്ന് വന്നതാണ്. നമ്മളുടെ ട്രാൻസിസ്റ്ററുകൾ ആ ലാബിൽ നിന്ന് വന്നതാണ്. ലേസർ, അങ്ങനെയുള്ള ഒപ്റ്റിക്സ്, അങ്ങനെ കുറേ സാധനങ്ങൾ ആ ലാബുകളിൽ നിന്നാണ് വന്നത്. അപ്പോൾ ബേസിക്കലി നമ്മൾ നോക്കുമ്പോൾ ഇത് പോസിബിൾ ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് തിയറിയിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, കുറച്ച് ഫണ്ടമെന്റൽ റിസർച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്രയും ഫണ്ടമെന്റൽ റിസർച്ച് ചെയ്ത് ഓക്കെ ഇത് തിയറിയിൽ പോസിബിൾ ആണ്, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് പബ്ലിഷ് ചെയ്യും. ആ പബ്ലിഷ് ചെയ്ത പേപ്പർ പിന്നീട് വരുന്ന സ്റ്റാർട്ടപ്പുകൾക്കോ അല്ലെങ്കിൽ മറ്റ് കമ്പനികൾക്കോ വേണമെങ്കിൽ ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും പ്രൊഡക്റ്റായി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാധ്യത ഉണ്ടെങ്കിൽ അവർക്ക് അത് യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ പെൻ ആൻഡ് പേപ്പറിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫണ്ടമെന്റൽ റിസർച്ച് സ്പേസ് ആണ് ശരിക്കും പറഞ്ഞാൽ അൽഗോരിതം ലാബ് എന്ന്. അതുപോലെ നമ്മുടെ R&D സ്ട്രോങ് ആയി നടക്കുന്ന ഒരു ഏരിയയാണ് EV മേഖല. EV മേഖല നമുക്കറിയാം, ഇപ്പോൾ ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ഒക്കെ നമുക്ക് അത്രമേൽ സുപരിചിതമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നമുക്ക് എന്തൊക്കെ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാം, പുതിയ റിസർച്ച് കൊണ്ടുവരാം, പുതിയ പ്രോഡക്റ്റുകൾ കൊണ്ടുവരാം, ഇതൊക്കെയാണ് EVയിൽ നമ്മുടെ കമ്പനി ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ EVയിലുള്ള നമ്മുടെ ദിനിൽ നമുക്കിപ്പോൾ നമ്മുടെ ഹോട്ട് സീറ്റിലുണ്ട്. ദിനിൽ, എന്തൊക്കെയാണ് നമ്മുടെ EVയിലുള്ള അപ്ഡേറ്റ്സ്? ബേസിക്കലി ഇതൊരു പ്രോബ്ലം ഉണ്ട്, സൊസൈറ്റിയിൽ ഒരു പ്രോബ്ലം ഉണ്ട്, അതിനെ നമ്മൾ റെക്ടിഫൈ ചെയ്യുന്നു. അപ്പം ഇപ്പൊ സാറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഇപ്പം 2 വീലർ ഉണ്ട്, ബൈക്കുണ്ട്, ബൈക്ക് കഴിഞ്ഞാൽ അടുത്ത വെഹിക്കിൾ ഏതാണ്? ഓട്ടോറിക്ഷയല്ലേ പറയത്തുള്ളൂ. അത് കഴിഞ്ഞാൽ അടുത്ത വെഹിക്കിൾ ഏതാ? നമ്മുടെ ഒരു കാർ എന്ന് പറയാം, 4 വീലർ എന്ന് പറയാം. അപ്പം ഇതിന് നമ്മുടെ 2 വീലറിന്റെയും 3 വീലറിന്റെ ഇടയിൽ വരുന്ന ഒരു വെഹിക്കിൾ, അത് കോൺസെപ്റ്റില് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താ, ഓട്ടോറിക്ഷ തന്നെയാണ് വരുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഒരു ട്രൈക്ക് മോഡൽ എന്നൊരു രീതിക്ക്. അപ്പം ബൈക്കിനെയും കാട്ടി ഒരു ശകലം നീളം കൂടുതൽ, എന്നാൽ ഓട്ടോറിക്ഷേനെയും കാട്ടി ശകലം നീളം കുറവ് എന്നൊരു കോൺസെപ്റ്റിലാണ് നമ്മുടെ വെഹിക്കിൾ വരുന്നത്. അപ്പം ഇത് എവിടെയാണ് നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതെന്നൊരു ചോദ്യം വരും. ആക്ച്വലി ഇപ്പം എറണാകുളം സിറ്റിയിൽ ഇപ്പം എന്താ സൊമാറ്റോ, സ്വിഗ്ഗി, ഈ ടീം മെമ്പേഴ്സ് എല്ലാവരും ഓടുന്നത് കണ്ടിട്ടില്ലേ? അവർ മഴയില്ല വെയിലില്ല ഇതൊന്നും നോക്കാതെ അവർ ഫുള്ളി അങ്ങ് ഓടിക്കൊണ്ടിരിക്കുക. എന്താ അവർക്ക് ജീവിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ നിന്നായിരിക്കും കിട്ടുന്നത്, എന്നാൽ സേഫ്റ്റി പോലും നോക്കത്തില്ല. അപ്പം ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മളൊരു ട്രയക്ക് എടുക്കുന്നു.
ട്രൈക്ക് എന്ന് പറയുമ്പോൾ ഇതിന്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ മഴ കൊള്ളത്തില്ല, വെയിൽ കൊള്ളത്തില്ല. എന്നാൽ ഇതിലെന്താ സ്റ്റെബിലിറ്റി ഉണ്ട്. അപ്പം രണ്ട് കാര്യങ്ങൾ വന്നു. അപ്പം അങ്ങനെ റിസർച്ച് ചെയ്ത് വന്നപ്പോഴത്തേക്കും നമുക്കൊരു ഐഡിയ വന്നു. എന്തുകൊണ്ട് ഇതിൽ കോൾഡ് സ്റ്റോറേജും ഹീറ്റ് സ്റ്റോറേജും കൊണ്ടുവന്നു. അങ്ങനെ കോൾഡ് സ്റ്റോറേജും ഹീറ്റ് സ്റ്റോറേജും നമ്മൾ അതിനു വേണ്ടിയുള്ള റിസർച്ച് കൊണ്ടുവന്നു. ഇതാണ് ബേസിക്കലി നമ്മളുടെ EV-യിൽ വരുന്നത്. ഇപ്പൊ അപ്പം ഈ ഇപ്പൊ ദിനിലിപ്പോ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ EV-യിലൊക്കെ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു റിസർച്ചിലേക്ക് പോകുമ്പോൾ നമ്മളൊക്കെ ഒരുപാട് ഇപ്പൊ റോഡ് ആക്സിഡന്റ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്. ബൈക്ക് എന്നൊക്കെ പറയുന്ന ഒരു സംവിധാനം ഒട്ടും സുരക്ഷിതമല്ലാത്തൊരു വാഹനമാണ്. ജസ്റ്റ് ഒന്ന് കാലം തെറ്റിപ്പോയി കഴിഞ്ഞാൽ ആക്സിഡന്റ് ആണ്, അത് മറിഞ്ഞു വീഴുന്നു, മറ്റൊരു വണ്ടി മുകളിലൂടെ കയറുന്നു. നമ്മൾ നിരന്തരം കേൾക്കുന്ന ആക്സിഡന്റ് വാർത്തകളാണ്. എത്ര ബാലൻസ് ഉണ്ടെങ്കിലും ഒരാളുടെ തെറ്റി വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ ഈ ഡെലിവറി ബോയ്സ് ആവട്ടെ, അല്ലെങ്കിൽ ആ ഡെലിവറി ചെയ്യുന്ന ഇങ്ങനെയുള്ള ജോബ് ചെയ്യുന്നവരെല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്നത്. കാര്യം അവർക്ക് ഒരിക്കലും ഒരു കാറിലേക്ക് പോകാൻ കഴിയില്ല. അപ്പൊ അങ്ങനെയുള്ളവരാണ് ശരിക്കും ബൈക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ആ ബൈക്ക് തന്നെ ഒരു സുരക്ഷിതമായ ഒരു സൊല്യൂഷനിലേക്ക് അതിന് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓട്ടോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് വേറൊരു കാറ്റഗറിയാണ്. ഇത് രണ്ടിനും ഇടയിലുള്ള ഒരു സൊല്യൂഷനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ റെവല്യൂഷൻ തന്നെയായിരിക്കും. ഇതിൽ എത്രത്തോളം കോൺഫിഡന്റ് ഉണ്ട് ഈ ഒരു പ്രോജക്റ്റ് ലൈവായി കൊണ്ടുവരാൻ? ആക്ച്വലി നമ്മൾക്ക് ഇപ്പം ഫോക്കസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സാധാരണക്കാരനാണ്. അപ്പൊ ഒരു സ്വിഗ്ഗി ഓടുന്നവന് ബേസിക്കലി ഒരു 1000 rupees ആയിരിക്കും അവനൊരു പെർ ഡേ സാലറി ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ അവനെ സംബന്ധിച്ച് ഒരു ഓട്ടോറിക്ഷ എടുക്കുന്നത് എങ്ങനെയായാലും 3 lakhs എബോ, ഓൺ റോഡ് വരുമ്പോഴത്തേക്കും 3.5, 4 ആ ഒരു റേഞ്ച് അടുപ്പിച്ച് വരാൻ ചാൻസുണ്ട്. നമ്മൾ ബേസിക്കലി റിസർച്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മുടെ കോസ്റ്റ് മിനിമൽ ആക്കും. അതായത് ഒരു 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപയ്ക്ക് അവൻ ഈ ഒരു സേഫ്റ്റി കൂടിയ റിലയബിൾ ആയിട്ടുള്ളൊരു വെഹിക്കിൾ അവന്റെ കയ്യിൽ കൊടുക്കും. അപ്പൊ ഇത് സത്യം പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് വർക്ക്. കാരണം മെറ്റീരിയൽ റിലയബിൾ ആയിരിക്കണം. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന BLDC മോട്ടേഴ്സ്, ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ അതിൽ കുറേ പാർട്ടുകളുണ്ട്. ഇപ്പം പലയിടത്തും ബാറ്ററീസ് പൊട്ടുന്നു, എൻ്റെ BMS ഫെയിലിയർ, അപ്പൊ അതിന്റെ കൂളിംഗ് സിസ്റ്റം, പിന്നെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്ന ആ ഒരു കംപ്രസർ യൂണിറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കോൾഡ് സ്റ്റോറേജ്. അപ്പൊ ഇതെല്ലാം നമുക്ക് ചാലഞ്ചിങ് ആണ്. അപ്പൊ ഇങ്ങനെ ഒരു ചാലഞ്ച് നമ്മൾ വരുന്ന സ്ഥിതിക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ഇലക്ട്രിക്കൽ വിങ്ങും ഉണ്ട്, അതേപോലെ ഓട്ടോമേഷൻ അല്ല ഓട്ടോമൊബൈൽ വിങ്ങും ഉണ്ട്. രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഒന്ന് നമുക്ക് ഇലക്ട്രിക്കലും, രണ്ട് ഓട്ടോമൊബൈലും. ബേസിക്കലി ഇപ്പം ഒരു സിംഗിൾ പേഴ്സണെ കൊണ്ട് നമുക്കൊരു റിസർച്ച് ഒരിക്കലും നടത്തി നോക്കത്തില്ല. അപ്പം ഈ ഒരു EV-യിൽ വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രിക്കൽ ടീമും വേണം, അതേ സമയത്ത് നമ്മുടെ മെക്കാനിക്കൽ ടീമും വേണം. അപ്പം ഇത് രണ്ടും ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ 2 ടീം മെമ്പേഴ്സിനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇലക്ട്രിക്കലിൽ ബേസിക്കലി ബാറ്ററി, അതിൻ്റെ വയറിംഗ് സിസ്റ്റം, മോട്ടേഴ്സ്, അതിൻ്റെ കൺട്രോളേഴ്സ്, ഇൻവേർട്ടേഴ്സ്, ഈ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഗ്രീഷ്മയാണ്. അതേ സമയത്ത് നമ്മുടെ മെക്കാനിക്കൽ പാർട്ട് ഹാൻഡിൽ ചെയ്യുന്നത് സാമാണ്. സാമിൻ്റെ പാർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ നമ്മുടെ വെഹിക്കിളിൻ്റെ സ്റ്റെബിലിറ്റി, എയറോഡൈനാമിക്സ്, പിന്നെ അതിൻ്റെ സസ്പെൻഷൻ, ഇങ്ങനെയുള്ള കുറേ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പാർട്ടുണ്ട്. അങ്ങനെ കുറച്ച് ടീമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ജനറലായിട്ട് കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ തിയറിറ്റിക്കൽ റിസർച്ച് വരും. ഇത് എത്ര കിലോവാട്ട് മോട്ടർ, അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ വരും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ കംപ്രസറൊക്കെ മെയിൻ ആയിട്ടുള്ളൊരു ഫാക്ടേഴ്സാണ്. അത് എങ്ങനെ നമുക്ക് മിനിമലായിട്ട് ഒരു 1.5 hours നമുക്ക് എങ്ങനെ ബാക്കപ്പ് കിട്ടും എന്നുള്ള രീതിക്കൊക്കെ റിസർച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ടീം സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ EV-യിലെ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്ന ഗ്രീഷ്മ നമ്മുടെ ഹോട്ട് സീറ്റിലുണ്ട്. ഗ്രീഷ്മ, എന്തൊക്കെയാണ് അപ്ഡേറ്റ്സ്? നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിൾ സ്റ്റാർട്ടപ്പിന്റെ നെയിം നമ്മൾ കൊടുത്തിരിക്കുന്നത് സെൻട്രൈക്ക് എന്നാണ്. അപ്പോൾ ആ പേര് പോലെ തന്നെ സെൻ എന്ന് പറയുമ്പം കൂൾ ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള പവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു 3-wheeler സെഗ്മെന്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം മുൻപേ സംസാരിച്ച ഡിനിൽ പറഞ്ഞതുപോലെ ഒരു 2-wheelerനെയും 3-wheelerനെയും തമ്മിൽ ബ്രിഡ്ജ് ചെയ്യുന്ന ഒരു വെഹിക്കിൾ ആയിട്ടാണ് നമ്മൾ ഈ സെൻട്രൈക്കിനെ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു 2-wheelerൽ വരുന്ന സേഫ്റ്റി ഇഷ്യൂസും അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി ഇഷ്യൂസും എന്നാൽ നമുക്കൊരു 4-wheelerന് കൊടുക്കാൻ പറ്റുന്ന ഒരു കംഫർട്ടും, അതാണ് നമ്മൾ ഈ ട്രൈക്കിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 2030 ആവുമ്പോഴേക്കും ഒരു 80% നമ്മുടെ ഒരു 3-wheeler സെഗ്മെന്റ് തന്നെ EV ആയി മാറുമെന്നാണ് നമ്മുടെ പഠനങ്ങൾ, നീതി ആയോഗിൻ്റെയും അതുപോലെ പല റിസർച്ചും നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ 2-wheeler സെഗ്മെന്റ് ആകുമ്പോഴും ഒരു 60% ഈ ഇലക്ട്രിക് വെഹിക്കിൾസ് ആയിട്ട് മാറും. അപ്പോൾ ഒരുപാട് ഗ്രോത്ത് ഉള്ള ഒരു സെഗ്മെന്റ് ആണ് ഈ ഇലക്ട്രിക് വെഹിക്കിൾ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. നമുക്ക് അതിൽ തന്നെ എന്തെല്ലാം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് നമുക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും.
അതിലിപ്പം ഓരോ കാര്യങ്ങൾ മോട്ടർ എടുക്കുകയാണെങ്കിലും അല്ല അതിനകത്ത് വരുന്ന ഇൻവെർട്ടർ എന്ന് പറയുന്ന ആ ഒരു ഡിവൈസാണ് അതിനകത്ത് ആ ഒരു എഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു കാര്യം ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു പ്രധാന ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഡീൽ ചെയ്യുന്നത് പവർ ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന 2 ബ്രാഞ്ചസിൻ്റെയും കാര്യങ്ങളാണ്. അപ്പം ആ ഒരു പവർ ഇലക്ട്രോണിക്സ് കൊണ്ടുവന്നുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയൊക്കെ മോട്ടറിനെ എഫിഷ്യൻ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാം, എത്രത്തോളം നമുക്കത് കൂളായിട്ട് നമുക്ക് ആ പവർ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും, അതുപോലെ തന്നെ അതിൻ്റെ റീജനറേഷൻ എങ്ങനെയൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇപ്പം പറഞ്ഞ പോലെ ആ ഒരു കോൾഡ് സ്റ്റോറേജ് എന്ന് പറയുന്ന ആ ഒരു സെഗ്മെന്റ് വരുന്ന സമയത്ത് നമുക്ക് എത്ര ടെമ്പറേച്ചർ നമുക്ക്, അതായത് നമ്മുടെ മാർക്കറ്റിലെ ഏതൊക്കെ മെഡിസിൻസ് അല്ലെങ്കിൽ എന്തൊക്കെ ടൈപ്പ് ഫുഡ്സ്, ഇതെല്ലാം നമുക്ക് എത്ര ടെമ്പറേച്ചർ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്, ആ ടെമ്പറേച്ചർ നമുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതൊക്കെ ടൈപ്പ് കംപ്രസേഴ്സ് യൂസ് ചെയ്യണം. അപ്പോൾ അതിനകത്ത് നമ്മളിപ്പം പുതിയതായിട്ട് വരുന്ന BLDC കംപ്രസർ, അപ്പോൾ എന്തൊക്കെയാണ് BLDC കംപ്രസേഴ്സിൻ്റെ എഫിഷ്യൻസി, ഇങ്ങനത്തെ കാര്യങ്ങൾ. അതുപോലെ അതിലെ മെയിൻ ഒരു പാർട്ടായിട്ടുള്ള നമ്മുടെ പവർ ട്രെയിൻ പാർട്ടായിട്ടുള്ള മോട്ടർ, ബാറ്ററി, ആ ബാറ്ററിയിൽ എത്ര ഇൻഡിവിജ്വൽ സെൽസ് നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ ആ സെൽസിനെ ഓരോന്നിനെയും കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഓരോ സെൽസിൻ്റെയും കെമിസ്ട്രി, അതുപോലെ തന്നെ അതിൻ്റെ ഓരോ ക്യാരക്ടറിസ്റ്റിക്സും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ ഓരോ സെൽസിനെയും എങ്ങനെയൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ ചാർജിങ് ആയാലും അത് ഓവർ ഡിസ്ചാർജും ആവരുത്, ഓവർ ചാർജും ആവരുത്. അതിൻ്റെ ടെമ്പറേച്ചർ സ്റ്റെബിലിറ്റി കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കണം. അപ്പോൾ ഇതെല്ലാം ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് R&D ചെയ്യാൻ പറ്റും എന്നതാണ് നമ്മൾ ഈ ഇലക്ട്രിക്കൽ ആൻഡ് ആ ഒരു പവർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ആ ഒരു ബ്രാഞ്ച് ഡീൽ ചെയ്യുന്നത്. നമ്മുടെ EV മെക്കാനിക്കൽ ഡിവിഷനെ ഹാൻഡിൽ ചെയ്യുന്ന സാമാണ് നമ്മുടെ ഹോട്ട് സീറ്റിൽ. സാം, എന്തൊക്കെയാണ്? സോ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ R&D എങ്ങനെ തുടങ്ങിയെന്ന് തൊട്ടൊരു സ്റ്റോറി ലൈൻ പോലെ പറഞ്ഞു വരാം. ഇതിൻ്റെ യൂസ് കേസ് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ കാണുന്ന ഒരു പെയിൻ പോയിന്റ് സോൾവ് ചെയ്യാൻ തന്നെയാണ് നമ്മൾ തുടങ്ങുന്നത്. 2 വീലേഴ്സ് ആണ് ഏറ്റവും മെജോറിറ്റി ആയിട്ട് വിറ്റ് പോകുന്ന വെഹിക്കിൾസ്, ആൻഡ് അവിടുത്തെ ഏറ്റവും വലിയ ഇഷ്യൂ സേഫ്റ്റി തന്നെയാണ്. നമ്മളിപ്പോൾ ഏത് ആക്സിഡൻറ്റ് സ്റ്റാറ്റിസ്റ്റിക് എടുത്ത് നോക്കിയാൽ കാണുന്നത് ഓൾമോസ്റ്റ് 75% ഓഫ് ഓൾ ഇന്ത്യൻ ആക്സിഡൻറ്റ്സ് ആർ കോസ്ഡ് ബൈ 2 വീലേഴ്സ് ആൻഡ് മോസ്റ്റ് ഓഫ് ദം ആർ ഡെഡ്ലി. ഇത് നമ്മളെപ്പോലെ ഒരു ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള ഒരു സ്റ്റേറ്റ്, എസ്പെഷ്യലി കേരള പോലെ സ്റ്റേറ്റിൽ നമുക്കിതൊരു വലിയ പ്രശ്നം തന്നെയാണ്. എത്ര നല്ല ഇൻഫ്രാസ്ട്രക്ചർ റോഡ് വൈസ് വന്നാലും ഈ ഒരു ഫണ്ടമെൻ്റൽ പ്രോബ്ലം സോൾവ് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല സേഫ്റ്റി വൈസ്. സോ നമ്മുടെ പ്രോഡക്റ്റ്, അതായത് നമ്മുടെ ജെൻട്രൈക്ക് ഇതിനെ സോൾവ് ചെയ്യാൻ നമ്മുടെ പിച്ച് ഡെക്കിൽ ഒരു വണ്ടർഫുൾ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. വാട്ട് വി ആർ ട്രൈങ് ടു ഗിവ് ആർ കസ്റ്റമേഴ്സ് ഇസ് ദ സേഫ്റ്റി ഓഫ് എ 4-wheeler ആൻഡ് ദ കംഫർട്ട് ഓഫ് എ 4-wheeler വിത്തിൻ ദ പാക്കേജസ് ഓഫ് എ സ്ലൈറ്റ്ലി ലാർജർ 2-wheeler. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരു കൺവീനിയൻ്റ് ആയിട്ട് സിറ്റിക്കകത്തായാലും എവിടെയായാലും കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ്, പക്ഷേ സേഫ്റ്റിയാണ് നമ്മുടെ അറ്റ്മോസ്റ്റ് പ്രയോറിറ്റി. ഈ സേഫ്റ്റി വരുന്നത് നമുക്ക് മെയിൻലി നമ്മുടെ മെക്കാനിക്കൽ ഡിസൈൻ ഭാഗത്തു നിന്നാണ്. അപ്പോൾ നമുക്ക് ഒരു 3-wheeler ആകുമ്പോൾ നമുക്ക് എപ്പോഴും 3-wheeler ആക്സിഡൻറ്റ്സ് നമ്മൾ ടോപ്ലിംഗ് ഓവർ ആണ് മേജർലി കണ്ടുവരുന്നത്. ഓട്ടോറിക്ഷസ് ആയാലും അല്ലാത്ത പെറ്റി ഓട്ടോസ് ആയാലും അതിൻ്റെ ഫണ്ടമെന്റൽ ഇഷ്യൂ ഹയർ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആണ്. അത് നമുക്ക് സോൾവ് ചെയ്യാൻ ഒരു EV എന്ന ആസ്പെക്റ്റിൽ നിന്ന് നോക്കുമ്പോൾ പറ്റും. ബിക്കോസ് ബാറ്ററീസ് ആർ മൗണ്ടഡ് ലോവർ, അതുകൊണ്ട് ഓവറോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നമുക്ക് താഴോട്ട് കൊണ്ടുവരാൻ പറ്റും, വിച്ച് ഇസ് വെരി ഗുഡ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം EVs ആർ വെരി ഹെവി കൺസിഡർ ടു ഒരു സെയിം ഔട്ട്പുട്ട് ഉള്ള ഒരു IC എഞ്ചിൻ വെഹിക്കിൾ. ഇത് രണ്ടിൻ്റെയും ഒരു നല്ല ബാലൻസിൽ നമ്മൾ എത്തണം. ബിക്കോസ് ചുമ്മാ ബാറ്ററീസ് ആഡ് ചെയ്ത് റേഞ്ച് ആഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പോയിന്റ് എത്തുമ്പോൾ അത് സാച്ചുറേറ്റഡ് ആവും. പിന്നെ ഇറ്റ് ഡസ് നോട്ട് yield more റിസൾട്ട്, നമുക്ക് കൂടുതൽ റേഞ്ച് കിട്ടത്തില്ല. അങ്ങനത്തെ റിസർച്ചാണ് നമ്മൾ ഒരു സൈഡിൽ കൂടെ നടക്കുന്നത്. അത് നടക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു എന്താ പറയുക, നമുക്കത് ഒരു സൈഡിൽ പാരലലി അത് നടക്കുമ്പോൾ അത് ഇൻ ദ മീൻ വൈൽ നമുക്ക് ഇപ്പുറത്ത് മെക്കാനിക്കൽ ടീമിന് ഷാസി ഡിസൈൻ തുടങ്ങാം. ഷാസി ഡിസൈൻ തുടങ്ങുന്നതിന് നമുക്ക് ആദ്യം നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ഡിഫൈൻ ചെയ്യാം. സേഫ്റ്റി, നമുക്ക് എത്ര സീറ്റ്സ് ഉണ്ട്, നമ്മുടെ ഡൈമെൻഷൻസ്, അങ്ങനെ തുടങ്ങും. അവിടുന്ന് പിന്നീട് പോകുന്നത് ഒരു വണ്ടിയുടെ ഹാർഡ് പോയിന്റ്സ് നമ്മൾ ഡിഫൈൻ ചെയ്യും. ഹാർഡ് പോയിന്റ്സ് ഒരു എക്സാമ്പിൾ പറയുന്നത് സസ്പെൻഷന്റെ ടോപ്പ് മൗണ്ട്സ് ആയിരിക്കും ഹാർഡ് പോയിന്റ്സ്. അത് നമുക്ക് ഒന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ പാടില്ല. ദ ഹോൾ വെഹിക്കിൾ ഇസ് ഡിസൈൻഡ് അറൗണ്ട് ഇറ്റ്. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് സസ്പെൻഷൻ ട്യൂണിങ് പോട്ടെ, നമുക്ക് ഗ്രോസ് വെഹിക്കിൾ മാസ് വെച്ചിട്ട് ഒരു സെന്റർ ഓഫ് ഗ്രാവിറ്റി അസ്യൂം ചെയ്യുന്നു. അതിനനുസരിച്ച് ബാക്കി ബോഡി ബിൽഡ് ചെയ്ത് വരുന്നു, ബാക്കി ഷാസി ബിൽഡ് ചെയ്ത് വരുന്നു. ഷാസി തന്നെ നമുക്കിപ്പോൾ പല ടൈപ്സ് ഉണ്ട്. ഇപ്പോൾ പഴയ 4-wheel drive കാർസിന് ഉപയോഗിക്കുന്ന ലാഡർ ഫ്രെയിം ഷാസി ആവാം,
ഇല്ലെങ്കിൽ കുറച്ചുകൂടെ മോഡേൺ ആയിട്ട് ട്യൂബ്ലെസ് സ്റ്റീൽ സ്പേസ് ഫ്രെയിം ആവാം. അതിനുള്ള മെറ്റീരിയൽസ് വേറെ ഉണ്ട്, പല ഓപ്ഷൻസ് നമുക്കുണ്ട്. ഇതിൻ്റെയൊക്കെ നമുക്ക് കോസ്റ്റ് ഒരു ഭയങ്കര വലിയ ഫാക്ടറാണ്. ഒരു EV എന്ന രീതിക്ക് ഏതൊരു EV എടുത്താലും ഒരു മേജർ പാർട്ട് ഓഫ് ദ കോസ്റ്റ് വരുന്നത് ബാറ്ററീസ് ആയിരിക്കും. ബാറ്ററി മോട്ടോർ, പവർ ട്രെയിൻ എന്ന് പറയുന്ന ബാറ്ററി മോട്ടോർ, BMS, മോട്ടോർ കൺട്രോളർ. ഇതിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് ഒരു 2.5 lakhs അങ്ങനെ ഇറക്കണമെങ്കിൽ നല്ല രീതിക്ക് എഞ്ചിനീയറിംഗ് വർക്ക് മെക്കാനിക്കൽ സൈഡിൽ ചെയ്യണം. ആൻഡ് യൂസിങ് ദി ബെസ്റ്റ് ബാലൻസ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് കമ്പോണൻസ്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ സ്ക്രൂവും അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു നട്ടും ബോൾട്ടും നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ടാവാം, പക്ഷേ നമുക്ക് നമ്മുടെ കോസ്റ്റിൻ്റെ അകത്ത് നിൽക്കുന്ന മാക്സിമം സേഫ്റ്റി കൊടുക്കുന്ന കമ്പോണൻസ് ചൂസ് ചെയ്യണം. അതിനനുസരിച്ച് നമ്മളുടെ ഡിസൈൻ ബിൽഡ് ചെയ്യണം. അങ്ങനെ ഒരു പ്രോസസ്സാണ് ഇപ്പോൾ R&Dയിൽ നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ R&D സെക്ടറിൽ ഏറ്റവും അധികം കാര്യമായി ഫോക്കസ് ചെയ്യപ്പെടുന്ന ഒരു മേഖലയാണ് ടോയ്സ് ഇൻഡസ്ട്രി. നമുക്കറിയാലോ, ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു കൺസ്യൂമർ എക്കോണമിയാണ്. ഇപ്പോൾ ചൈനയുടെ ടോയ്സ് ആണ് നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. എന്തുകൊണ്ട് ഈ ടോയ്സ് മാനുഫാക്ചറിങ് നമുക്ക് ഫോക്കസ് ചെയ്തുകൂടാ? ഇപ്പോൾ നമ്മുടെ ഓരോ സ്കൂളുകളെയും നമുക്ക് എന്ത് ചെയ്യാം, ടോയ്സ് മാനുഫാക്ചറിങ് ഹബ്ബുകളാക്കി മാറ്റാൻ കഴിയും. നമ്മുടെ കുട്ടികളൊക്കെ ടോയ്സ് മാനുഫാക്ചറിങ്ങിലൂടെ നന്നായിട്ട് ഏൺ ചെയ്യാൻ കഴിയുന്ന സാഹചര്യം നമുക്കുണ്ട്. വേൾഡിൽ അത്രയും വലിയൊരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് നമുക്ക് എങ്ങനെ ടെക്നോളജിയെ കൃത്യമായി കൊണ്ടുവന്ന് പുതിയ പ്രോഡക്റ്റുകൾ എങ്ങനെ എത്തിക്കാം, ഇതാണ് നമ്മുടെ R&D ടീം ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അനുപമ നമ്മൾക്കൊപ്പമുണ്ട്. അനുപമ, എന്തൊക്കെയാണ് ടോയ് സെക്ടറിൽ നടക്കുന്നത്? ഓക്കെ, അപ്പം ടോയ്സിന്റെ ഐഡിയ എങ്ങനെയാ വന്നതെന്ന് ഞാൻ ഫസ്റ്റ് പറയാം. ഞാനിവിടെ ജൂനിയർ അക്കാഡമിക് റിസർച്ചർ ആയിട്ടാണ് ടാൽറോപ്പിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പം ആ സമയത്ത് നമുക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ എക്കോസിസ്റ്റം ആയിട്ടുള്ള സ്റ്റേറ്റിന്റെ സ്കൂൾ സയന്റിസ്റ്റ് എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് ഉണ്ട്. അപ്പോൾ ആ പ്രൊജക്റ്റിൽ കരിക്കുലം ഡെവലപ്മെന്റ് വേണ്ടിയിട്ടാണ് എന്നെ ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ആ പ്രൊജക്റ്റിൽ തന്നെ ഞാൻ ആസ്ട്രോണമി മേജറാണ്. അപ്പോൾ ഞാനും അതുപോലെ ലക്ഷ്മി ദത്തൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അതിന്റെ കരിക്കുലം ഡെവലപ്മെന്റ് ചെയ്യുന്നത്. പിന്നെ എങ്ങനെ ഈ കുട്ടികളിൽ ഇത് എഫക്റ്റീവായിട്ട് പഠിപ്പിക്കാം എന്നുള്ള രീതിയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ കോൺസെപ്റ്റ്സ്, അത് ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സ്റ്റാർസിനെയും പ്ലാന്റ്സിനെയൊക്കെ പറ്റി പഠിപ്പിക്കുന്ന സമയത്ത് അതെങ്ങനെ എഫക്റ്റീവായിട്ട് കുട്ടികളിലേക്ക് എത്തുന്നു പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അതിന്റെ ഒരു മിനിയേച്ചർ വേർഷൻസ് നമുക്ക് ഉണ്ടാക്കിയാലോ. സിമുലേഷൻസ് വേണം നമുക്ക് കാണിച്ചു കൊടുക്കാം, പക്ഷെ കുറച്ചുകൂടെ ഫിസിക്കലായിട്ട് അവർക്ക് ടച്ച് ചെയ്ത് പഠിക്കാൻ അങ്ങനെയൊക്കെ ഒരു സാധനം എന്തെങ്കിലും ചെയ്താലോ എന്നുള്ളത് ഞങ്ങൾ വെറുതെ റാൻഡം ആയിട്ട് ഡിസ്കഷൻ ചെയ്തിട്ട് ഇങ്ങനെ അങ്ങനെ വന്നപ്പോഴാണ് ഒരു എഡ്യൂക്കേഷണൽ പ്രോഡക്ട്സ് വല്ലതും അങ്ങനെ ഡെവലപ്പ് ചെയ്യാന്നുള്ള ഒരു രീതി. അത് ഞങ്ങൾ സ്കൂൾ സയൻസിന് വേണ്ടിയിട്ടെന്നുള്ള രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് ഞങ്ങൾ ഇതിനെ കുറിച്ച് കൂടുതൽ വായിക്കാൻ തുടങ്ങി, റിസർച്ച് പേപ്പേഴ്സ് വായിച്ചു. അപ്പം ടോയ്സ് ഒരു കുട്ടിയിൽ എന്തുമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് മനസ്സിലായി. ഇപ്പം നമ്മുടെയൊക്കെ ചെറിയ പ്രായത്തിൽ നമുക്കൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടോയ്ക്ക് ഉണ്ടായിരിക്കും എപ്പോഴും. പക്ഷെ നമ്മൾ വളരും തോറും ടോയ്സ് എന്നുള്ളൊരു സാധനം കുറയും. പിന്നെ നമ്മൾ ഫുൾ എന്താ പറയാ, ചിലപ്പം കുട്ടികൾക്ക് സ്കെച്ച് ബുക്സ് ആയിരിക്കും വാങ്ങിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ എഴുതുന്നതായിരിക്കും. അങ്ങനത്തെ ഉള്ളൊരു സ്റ്റേറ്റിലേക്ക് മാറുക. ആ ഒരു ഫിസിക്കൽ പ്രോഡക്റ്റ് എന്നുള്ളത് ഭയങ്കരമായിട്ട് കുറഞ്ഞു വരാം. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഏജ് പ്രോഗ്രസീവ് ടോയ്സ് ഇല്ല ഇവിടെ. അപ്പൊ അങ്ങനെ ഒരു കുഞ്ഞു കുട്ടി, അല്ലെ ഒരു വയസ്സുള്ള ഒരു കുട്ടി, അതിന്റെ ആ കുട്ടിയുടെ എന്താ പറയാ ഹാൻഡ് ഐ കോർഡിനേഷൻ, ബ്രെയിൻ ഡെവലപ്മെന്റ്, അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ടോയ് എടുത്ത് വെക്കുക. ആ ഒരു രീതിയിൽ തുടങ്ങി ആ ഒരു കുട്ടി ഒരു 15 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ആ ഒരു ആസ്ട്രോണമി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫിസിക്സിന്റെ ഒക്കെ വളരെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ടോയ്സ് ഉണ്ടാക്കുക എന്നുള്ളൊരു രീതിയിലേക്ക് വന്നു. അപ്പൊ അതാണ് ആ ഒരു ജേണി എന്ന് പറയുന്നത്. അപ്പോൾ ടോയ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പ്രൊഡക്റ്റുകൾ നെക്സ്റ്റ് ലൈനപ്പ് ചെയ്തിട്ടുള്ളത്? ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് പറഞ്ഞല്ലോ, അസ്ട്രോണമിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമുക്ക് തോന്നി ലൈക്ക് അസ്ട്രോണമി മാത്രമല്ല കുട്ടികൾ പഠിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ. അപ്പം ഞങ്ങൾ കൂടുതൽ നോക്കാൻ നേരത്ത് ഓരോ കുട്ടികൾക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള കരിയർ പാത്ത് ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. അപ്പം അതുമായിട്ട് ബേസ് ചെയ്ത് നമുക്ക് ടോയ്സ് ഡെവലപ്പ് ചെയ്യാം എന്നുള്ളൊക്കെ ഒരു രീതിയിലേക്ക് വന്നു. അത് മാത്രമല്ലാതെ നമ്മുടെ ടാൽറോപ്പിൻ്റെ തന്നെ ടൈക്സ് വാലി സ്റ്റാർട്ടപ്പിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ആ സമയത്ത് നമുക്ക് അവിടെ ഡിഫറെൻറ്റ് ലേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെക്കുറിച്ചും അതുപോലെ ന്യൂറോ ഡൈവർജൻ്റ് ആയിട്ടുള്ള കുട്ടികളെക്കുറിച്ചൊക്കെ കാണാൻ പറ്റി. അപ്പം ടൈക്സ് വാലി എന്താണെന്ന് അറിഞ്ഞ സമയത്ത് ഞങ്ങൾ ടൈക്സ് വാലിയുടെ HOD ആയിട്ടൊക്കെ സംസാരിച്ചപ്പം അവർക്ക് ടോയ്സിൻ്റെ റിക്വയർമെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അതായത് ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ലേബിൾഡ് ആയിട്ടുള്ള ന്യൂറോ ഡൈവർജൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റും അവർക്ക് വേണ്ടിയിട്ട് കുറേ ടോയ്സ് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളൊരു റിക്വയർമെൻറ്റ് വന്നു. അപ്പോൾ ഇത് ജസ്റ്റ് എന്താ പറയുക, നമ്മൾ ടോയ്സ് എന്ന് പറയുമ്പോൾ ന്യൂറോ ടിപ്പിക്കൽ ആയിട്ടുള്ള കുട്ടികളെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുമാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് മനസ്സിലായി. അങ്ങനെ പിന്നെ ഞങ്ങളത് ഒരു സെക്ഷനിൽ ന്യൂറോ ടിപ്പിക്കൽ ആയിട്ടുള്ള കുട്ടികൾക്കും ന്യൂറോ ഡൈവർജൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്കും പിന്നെ ഒരു എക്സ്റ്റെൻഡ് നോക്കി കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് റീഹാബിലിറ്റേഷൻ പ്രോഡക്റ്റ് എന്നുള്ള രീതിയിൽ ചെയ്യാം. അതായത് ഒരു വയസ്സുള്ള കുട്ടി എങ്ങനെയാണോ ടോയ്സിനെ കാണുന്നത് അതുപോലെ ആയിരിക്കും ചിലപ്പോൾ 60 വയസ്സുള്ളൊരു
അപ്പൂപ്പൻ അല്ലെങ്കിൽ ഒരു അമ്മൂമ്മ ആ ടോയെ കാണുന്നത്. അപ്പോൾ ആ രീതിയിൽ ഇപ്പം അൽഷിമേഴ്സ്, ഡിമെൻഷ്യ പോലുള്ള രോഗങ്ങളൊക്കെ വരുന്നുണ്ട്, കണ്ടീഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ കണ്ടീഷൻസിനെ നമുക്ക് ഇതുപോലുള്ള പ്രോഡക്റ്റ്സ്, ചെറിയ ടോയ്സ് വെച്ചിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അത് അല്ലെങ്കിൽ ഇത് വരുന്നതിന് നമുക്ക് തടയാൻ പറ്റും. അങ്ങനെ അതിൻ്റെ ഒരു റീഹാബിലിറ്റേഷൻ അല്ല, അത് പ്രിവെൻഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാമെന്ന് മനസ്സിലായി. അപ്പോൾ ഒരു ഫേസിൽ നമ്മൾ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ടോയ്സ്, ന്യൂറോ ഡൈവർജൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ടോയ്സ്, പിന്നെ ഒരു സൈഡിലാണെങ്കിൽ നമുക്ക് റീഹാബിലിറ്റേഷൻ പ്രോഡക്ട്സ് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുട്ടികളെ ടോയ്സ് കൊടുത്ത് പഠിപ്പിക്കാം, ലേണിങ് ചെയ്യാം. അപ്പം ലേണിങ് ബൈ പ്ലേയിങ് എന്നുള്ളൊരു ഐഡിയയിൽ ഇങ്ങനൊരു ഹ്യൂജ് വെറൈറ്റീസ് ഓഫ് പ്രോഡക്ട്സാണ് വരുന്നത്. അപ്പം ഇതിൽ തന്നെ നമുക്ക് മാത്തമാറ്റിക്കൽ പസിൽസ് രീതിയിലുള്ളതുണ്ട്, അതുപോലെ ഫിസിക്സ്, സയൻസ് ആൻഡ് ഐഡിയാസ് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ടോയ്സ്, പിന്നെ ഇതുപോലെ തീം ബേസ്ഡ് ആയിട്ടുള്ള ഇപ്പം ആസ്ട്രോണമി തീം, ഇപ്പോൾ സ്റ്റാർസ്, പ്ലാനറ്റ്സ്, ആ ഒരു രീതിയിലുള്ള ടോയ്സ്. അപ്പോൾ ആ ഒരു രീതിയിലാണത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് അടുത്തതായി നമ്മുടെ ഐസർ പഞ്ചാബിൽ നിന്നുള്ള നമ്മുടെ ലക്ഷ്മി നമ്മുടെ R&D ഡിപ്പാർട്ട്മെന്റിലുണ്ട്. നമുക്ക് R&Dയിലെ എക്സ്പീരിയൻസ് ലക്ഷ്മിയോട് ചോദിക്കാം. ലക്ഷ്മി, എന്തൊക്കെയാണ് R&Dയുടെ എക്സ്പീരിയൻസ്? ഓക്കെ, സോ ഞാൻ ടാൽറോബിൽ ജോയിൻ ചെയ്യുന്നത് നമ്മുടെ പോത്തങ്കോടുള്ള ഇൻവെൻറ്റർ പാർക്കിലേക്കാണ്. സോ ബേസിക്കലി ഇൻവെൻറ്റർ പാർക്കിലേക്ക് വന്നപ്പോൾ ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടും ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അതേ ഫിലോസഫി ഫോളോ ചെയ്യുന്നതും അതേപോലെ തന്നെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ടായിരുന്ന കുറച്ച് പോരായ്മകൾ ഓവർകം ചെയ്യുന്നതുമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു അവിടെ ജോയിൻ ചെയ്യാൻ. സോ ബേസിക്കലി ലൈക്ക് ഒരു 2006 ഐസേഴ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മുടെ നാട്ടിൽ വരുന്നത്. അതുവരെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ കുട്ടികൾക്ക് റിസർച്ച് എക്സ്പോഷർ കിട്ടാൻ ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെ ചുരുക്കമാണ്. ആ ഒരു സമയത്താണ് നമ്മുടെ ഫോമർ പ്രസിഡന്റ് ആയിട്ടുള്ള APJ അബ്ദുൽ കലാം അങ്ങനെ കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് പറഞ്ഞു നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് വേണം, അണ്ടർ ഗ്രാജുവേറ്റ് BSc ലെവലിൽ തന്നെ കുട്ടികൾക്ക് റിസർച്ച് എക്സ്പോഷർ വേണമെന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് ഐസേഴ്സ് എന്നൊരു കൺസെപ്റ്റ് വരുന്നത്. സോ ബേസിക്കലി ഐസറിന്റെ കൺസെപ്റ്റ് ഇതാണ്, റിസർച്ച് ചെയ്യുന്ന സയന്റിസ്റ്റുകൾ കുട്ടികളെ പഠിപ്പിക്കണം എന്നുള്ളതാണ്. സോ ബേസിക്കലി നമ്മുടെ ഇൻവെന്റർ പാർക്കിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാലും റിസർച്ച് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ കുട്ടികൾ പഠിക്കണം എന്നുള്ളതാണ്. പക്ഷെ ലൈക്ക് ഐസറിൽ കയറാൻ അതാ ടിപ്പിക്കലി ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതി ഞാൻ ഐസറിൽ കയറി. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് ഐ വാസ് നോട്ട് പ്രിപ്പയർഡ് ഫോർ ഇറ്റ്. എനിക്ക് ഒരു രീതിയിലുള്ള ഒരു ഗ്രൗണ്ട് ബേസും ഇല്ല എന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഓക്കെ നമ്മുടെ കരിക്കുലത്തിൽ എന്തൊക്കെയോ മിസ്സിംഗ് ഉണ്ട്. ഓക്കെ, ഒരു ഐസർ എന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, പക്ഷെ നമ്മുടെ ഒരു സ്റ്റുഡൻസ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി അത് പോകാനായിട്ട് പ്രിപ്പയർഡ് അല്ല. സോ അപ്പോഴാണ് ഓക്കെ ഇൻവെന്റർ പാർക്സ് എന്നൊരു സാധനം നമ്മുടെ സ്കൂളുകളിലേക്ക് വരികയാണെങ്കിൽ കുട്ടികൾക്ക് ഒരു ഏർലി എക്സ്പോഷർ കിട്ടുകയാണ്. ഓക്കെ, ഇതൊക്കെയാണ് റിസർച്ചിൽ നടക്കുന്നത്. അങ്ങനെ ഒരു എക്സ്പോഷർ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഐസറിൽ എത്തിയപ്പോൾ ഇതിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും ആ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനും പറ്റിയാണ്. അപ്പൊ ആ ഒരു ഒരു പ്രോബ്ലം ഇൻവെന്റർ പാർക്സ് വഴി ഓവർകം ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. മാത്രമല്ല ഇപ്പോൾ ഒരു ഏർലി എക്സ്പോഷർ 1 സ്റ്റെപ്പ് അഹെഡ് ആണ് നമ്മുടെ ഇൻവെന്റർ പാർക്ക്. ബിക്കോസ് ലൈക്ക് 2006 ഐസേഴ്സ് വരുമ്പോൾ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ ആൾക്കാർക്ക് റിസർച്ച് എക്സ്പോഷർ കിട്ടുകയാണെങ്കിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന 8th സ്റ്റാൻഡേർഡ് മുതൽ അല്ലെങ്കിൽ 5th സ്റ്റാൻഡേർഡ് മുതലുള്ള കുട്ടികൾക്ക് നമ്മൾ റിസർച്ച് എക്സ്പോഷർ കൊടുത്തു തുടങ്ങുകയാണ്. മാത്രമല്ല പിന്നെ നമ്മൾ ആലോചിക്കും എന്തിനാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഒരു ആവശ്യമുള്ളത് എന്നുള്ളത്. ഇപ്പം നമ്മൾ ബ്രെയിൻ ഡ്രെയിൻ എന്നൊക്കെ പറഞ്ഞു, ഓക്കെ ഐസറിൽ IIT പഠിക്കുന്ന ആൾക്കാർ പുറത്തേക്ക് പോകുന്നു എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് അവർ പുറത്തേക്ക് പോകുന്നത്? ഇപ്പം ഞാനൊരു 2003 പാസ് ഔട്ട് ആയി ഒരു 6 months ഞാൻ വീട്ടിലിരിക്കുകയായിരുന്നു. എനിക്ക് ഇന്ത്യയിൽ തന്നെ നിൽക്കണം, ഇന്ത്യയിൽ തന്നെ എന്തെങ്കിലും ചെയ്യണം എന്നായിരുന്നു. ഐ വാസ് സെർച്ചിങ്. എനിക്ക് എൻ്റെ എക്സ്പെർട്ടൈസും ആ ഒരു എക്സ്പീരിയൻസും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല കിട്ടുന്നില്ല. ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എവിടെ എനിക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. നമ്മളിങ്ങനെ പറയും ഓക്കെ ബയോടെക്നോളജിയും DPharm ഒക്കെ പഠിച്ചാൽ പുറത്ത് നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമെന്ന്. എന്തുകൊണ്ട് ഇന്ത്യയിൽ കിട്ടുന്നില്ല എന്ന് വെച്ചാൽ അതിനുള്ള റിസർച്ച് ഫെസിലിറ്റീസ് ഇവിടെ അവൈലബിൾ അല്ല. സോ നമ്മൾ ഈ 140 ഡീപ് ടെക് R&D സ്റ്റാർട്ടപ്സ് ഇവിടെ കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ ഇത്തരം ടാലൻസുകൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്. ഇത്തരം ടാലൻസുകൾക്ക് ഓക്കെ എനിക്ക് കോളേജിൽ നിന്ന് ഇറങ്ങിയാൽ ആ 140 സ്റ്റാർട്ടപ്സ് ഉണ്ട് ഇവിടെ, എനിക്ക് അവിടെ പോയി എൻ്റെ എക്സ്പെർട്ടൈസ് അവിടെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഞങ്ങൾ പണ്ട് ലൈക്ക് ഇൻവെന്റർ പാർക്കിൽ ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഒരു ഡിസ്കഷൻ നടന്ന സമയത്ത് ഇൻവെന്റർ പാർക്കിൽ ഇപ്പോൾ സ്കൂൾ സയന്റിസ്റ്റ് അതേപോലെ കുറേ കോഴ്സസ് പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഇവർക്ക് എങ്ങനെ ഒരു റിസർച്ച് എക്സ്പോഷർ കൊടുക്കും? ജസ്റ്റ് നമ്മൾ തിയറി പഠിപ്പിച്ചാൽ പോരല്ലോ. അപ്പോഴാണ് ഓക്കെ നമുക്കൊരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പ്രോജക്ട്സ് ഒരുപാട് വരുമ്പോൾ ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പ്രോജക്ട്സിലേക്ക് ഈ കുട്ടികളെ കൊടുക്കുക. അപ്പോൾ എന്താണ് അവർക്ക് ആ ഒരു സ്കൂൾ ലെവലിൽ തന്നെ ഇതിനോടൊപ്പം റിസർച്ച് ആൻഡ് എക്സ്പോഷർ കിട്ടുകയാണ്. വിച്ച് മീൻസ് ഞാനൊരു BScക്ക് എനിക്ക് കിട്ടിയ അതേ എക്സ്പോഷർ ഇവർക്ക് സ്കൂൾ ലെവലിൽ തന്നെ കിട്ടുകയാണ്. സോ ബേസിക്കലി നമ്മുടെ ഒരു റിസർച്ച് എക്സ്പോഷർ എന്നൊരു കൺസെപ്റ്റ് ഹോൾ ഇൻവെന്റർ പാർക്കും R&Dയും രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു ഫുൾ സർക്കിളിലേക്ക് വരികയാണ്. അങ്ങനെ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ടാൽറോപ്പിന്റെ ഈ R&D ഡിവിഷന് കൊടുക്കാൻ കഴിയും, ടാൽറോപ്പിന്റെ ഇൻവെന്റർ പാർക്കിന് കൊടുക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ലക്ഷ്മിക്ക് 100% ഉറപ്പുണ്ട്. അതെ, ഉറപ്പുണ്ട്. നമ്മുടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ
MSc ഫിസിക്സ് കഴിഞ്ഞ ശരത്ത് ടാൽറോപ്പിൻ്റെ R&D ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. ശരത്തിനോട് നമ്മൾ ഓൾറെഡി നമ്മുടെ അൽഗോരിതം ലാബിനെ പറ്റി സംസാരിച്ചിരുന്നു. അൽഗോരിതം ലാബിലെ പുതിയ പ്രോജക്റ്റുകൾ അതെന്തൊക്കെയാണ് ശരത്? ഓക്കെ. അപ്പോൾ അതിന് മുന്നേ എന്താണ് അൽഗോരിതം ലാബിൽ ചെയ്യുന്നത് ഞാൻ ഒന്നുകൂടെ ഒന്ന് ബ്രീഫ് ചെയ്യാം. അതായത് അൽഗോരിതം ലാബ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരു ഇൻഡസ്ട്രി റെഡി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അല്ല ലോഞ്ച് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നതാണ് ChatGPT. പക്ഷേ ഈ ChatGPT എന്ന് പറയുന്നതിൻ്റെ ഈ GPT, അതായത് ജനറേറ്റീവ് പ്രീടൈൻഡ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ഈ സാധനം ആദ്യമായിട്ടൊരു പ്രൊഡക്റ്റ് ആയിട്ടല്ല വന്നത്, മറിച്ച് അതൊരു പേപ്പർ ആയിട്ടാണ് വന്നത്. അതായത് റിസർച്ച് പേപ്പർ ആയിട്ടാണ് ഇത് ആളുകളിലേക്ക് എത്തിയത്. അപ്പോൾ നമ്മുടെ ഈ അൽഗോരിതം ലാബും ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രൊഡക്റ്റ് ഇറക്കുന്നതിന് പകരം നമ്മൾ അതിൻ്റെ പിന്നിൽ നടത്തുന്ന ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള റിസർച്ചുകൾ നടത്തി ആ റിസർച്ചുകൾ എന്ത് ചെയ്യും, നമ്മൾ പബ്ലിഷ് ചെയ്യും. അതാണ് നമ്മൾ ജനറലി ചെയ്യുക. നിലവിൽ അൽഗോരിതം ലാബ് ഫോക്കസ് ചെയ്യുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 മേഖലകളിലാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന്, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മൾ ന്യൂറോളജി വിഭാഗത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് ടാൽറോപ്പിൻ്റെ എക്കോസിസ്റ്റത്തിൻ്റെ കീഴിൽ വരുന്ന ഒരു സ്റ്റാർട്ടപ്പായ ടൈക്സ് വാലിയോ ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഈ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളിലെ ADHD, ഓട്ടിസം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ചെയ്യുന്നത് ഒരു ന്യൂറോളജിസ്റ്റോ അല്ലെ അങ്ങനത്തെ ഒരു ഡോക്ടറോ ആയിരിക്കും ഇത് എന്ത് ചെയ്യുക, ഡയഗ്നോസ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു AI-നെ ട്രെയിൻ ചെയ്യിക്കുന്നു. എന്നിട്ട് ആ AI എന്ത് ചെയ്യുന്നു, ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളുടെ ഇത് അല്ലെ ADHD ഉണ്ട് ഇല്ല എന്നുള്ള കാര്യങ്ങൾ ഏർലി സ്റ്റേജിൽ, അതായത് ഇപ്പോൾ ഒരു നോർമലി ഒരു ഡോക്ടർ പ്രെഡിക്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ ഉണ്ടാക്കുന്നു. പക്ഷേ ഈ മോഡൽ വെറുതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. നിലവിൽ ഓൾറെഡി അങ്ങനത്തെ കുറേ മോഡലുകൾ അവൈലബിൾ ആണ്. അപ്പം എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് കടക്കണം എന്ന് ചോദിച്ചാൽ ഓൾറെഡി കുറേ മോഡലുകളുണ്ട്. പിന്നെ എന്തിനാ നമ്മൾ കടക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല മോഡലുകൾക്ക് സ്പീഡിന് വ്യത്യാസം ഉണ്ടാവും. ചില മോഡലുകൾ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന മോഡൽ ഉണ്ടാവും. കമ്പ്യൂട്ടേഷനിൽ എഫിഷ്യൻ്റ് ആവണം നിർബന്ധമില്ല. ചിലപ്പം ആക്യുറസിക്ക് പ്രശ്നം ഉണ്ടാവും. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വരും. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ആരും യൂസ് ചെയ്യാത്ത ഒരു ആർക്കിടെക്ചർ, അങ്ങനത്തെ ഒരു ആർക്കിടെക്ചർ നമ്മൾ യൂസ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പുതിയതായിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു ആർക്കിടെക്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിന് നോവൽറ്റി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളത് പബ്ലിഷ് ചെയ്യും. ഇതാണ് നമ്മൾ നിലവിൽ ചെയ്യുന്നത്. പിന്നെ ചെയ്യുന്ന വേറൊരു വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ടാൽറോപ്പിൻ്റെ എക്കോസിസ്റ്റത്തിൻ്റെ കീഴിലുള്ള സ്പിൻവിക്ക് എന്ന് പറഞ്ഞൊരു സ്റ്റാർട്ടപ്പ്, അതായത് സ്പോർട്സ് ഫീൽഡിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടപ്പ്. അപ്പം ആ സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ട് ഒരു മോഡലാണ് നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്യുന്നത്. എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരിപ്പോൾ ഉദ്ദേശിക്കുന്നത് അവർക്ക് ക്രിക്കറ്റ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്, അതായത് കോച്ചസിന് ഈ കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ആപ്പ് വേണം. അപ്പോൾ ആപ്പ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വീഡിയോ ഷൂട്ട് ചെയ്തു. ആ വീഡിയോ ഷൂട്ട് ചെയ്തു. ഇപ്പോൾ ഞാൻ ബോൾ ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പം ഞാൻ ബോൾ ചെയ്യുമ്പോൾ കുട്ടികൾ കൈ മടക്കി ബോൾ എറിയുന്നവരുണ്ടാവാം, ഓവറായിട്ട് ഹാൻഡ് എക്സ്റ്റെൻഡ് ചെയ്യുന്നവരുണ്ടാവാം, ഒരു കറക്റ്റ് പൊസിഷനിൽ റിലീസ് ചെയ്യേണ്ടതുണ്ട്, അങ്ങനെ ചെയ്യാത്തവരുണ്ടാവാം. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സാധാരണ ഒരു കോച്ചാണ് എന്ത് ചെയ്യുന്നത്, കണ്ടിട്ട് തെറ്റുണ്ടെങ്കിൽ തെറ്റ് പറഞ്ഞു കൊടുക്കുന്നത്, ഇങ്ങനെ ശരിയാക്കണം, ഈ കാര്യം ശരിയാക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളിതൊരു ഐപാഡിലോ അല്ലെങ്കിൽ ഫോണിലോ എന്ത് ചെയ്യും, വീഡിയോ ഷൂട്ട് ചെയ്യും. ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന അൽഗോരിതം എന്ത് ചെയ്യും, ഇതിനകത്ത് ഈ കുട്ടിയുടെ കൈ വളഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ബോഡി പോസ്റ്റർ കറക്റ്റ് ആണോ, അങ്ങനത്തെ കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ ഉണ്ടാക്കുന്നു. അതാണ് ഒരു പ്രൊജക്റ്റ്. അപ്പം ഇത്തരം ഇങ്ങനത്തെ കുറേ അധികം പ്രൊജക്റ്റുകളിൽ, അതായത് ഒരു ഇൻഡസ്ട്രി റെഡി പ്രോഡക്റ്റ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഇതിന് വേണ്ട ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള റിസർച്ചാണ് നമ്മൾ ചെയ്യുന്നത്, അൽഗോരിതം ലാബ് ചെയ്യുന്നത്. അങ്ങനെ അൽഗോരിതം ലാബ്, സത്യത്തിൽ അൽഗോരിതം ലാബിൻ്റെയൊക്കെ ആവശ്യകത നമുക്ക് സൊസൈറ്റിയിൽ ഒരുപാടുണ്ട്. കാരണം നമ്മളിപ്പോൾ അത്രയും ടാലൻറ്റുകൾ, അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ, ടാലൻറ്റ്, ഇന്നോവേഷൻ എന്നുള്ളതാണ് ടാൽറോപ്പിൻ്റെ അൾട്ടിമേറ്റ് ഫോർമുല ഈ സിലിക്കൺ വാലിയിൽ. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറുകൾ കേരളം മുഴുവൻ ഇങ്ങനെ ടെക്കീസ് പാർക്കുകളും ഇൻവെൻറ്റർ പാർക്കുകളും വില്ലേജ് പാർക്കുകളുമായിട്ട് കെട്ടിയിടുന്നു. ഇവിടേക്ക് നമ്മുടെ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും വരുന്ന ടാലൻറ്റുകൾ വരുന്നു. എന്നിട്ട് ഇവരാണ് ഇന്നോവേഷൻസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവർ എന്ത് ഇന്നോവേഷൻ ഉണ്ടാക്കണം എന്നൊരു ചോദ്യമുണ്ട്. അവിടെ നമുക്ക് ഇത്രയും റിസർച്ച് പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇത്രയും പോസിബിലിറ്റീസ് ഉണ്ട്. കാര്യം അവർക്ക് ആ റിസർച്ചിലേക്ക് ഫോക്കസ് ചെയ്യേണ്ട, അവിടെ ഒരു ടീം വളരെ ഡീപ്പ് ലെവലിൽ റിസർച്ച് ചെയ്ത് ഫൈനലാക്കി ഓക്കെ ഇതാണ് കേട്ടോ ഇത് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അവർക്ക് അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ലെവലിലേക്ക്, അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവർക്ക് പോകാൻ പറ്റും. അപ്പം ഒരു അൽഗോരിതം ലാബ് കേരളത്തിൻ്റെ ഭയങ്കര ഒരു ആവശ്യകതയാണ്. അപ്പം നമ്മുടെ R&D കമ്പനി ഏറ്റവും അധികം ഫോക്കസ് ചെയ്യപ്പെടുന്ന മേഖലയും എന്ത് തന്നെയാണ്, ഈ ഒരു അൽഗോരിതം ലാബ് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ടീമിന് വളരെയധികം ഇമ്പാക്റ്റ് അൽഗോരിതം ലാബിൽ ഉണ്ടാക്കാൻ സാധിക്കട്ടെ. നമ്മുടെ ഹോട്ട് സീറ്റിൽ നമ്മുടെ തൃശ്ശൂരുകാരി ഗൗരി ഉണ്ട്. ഗൗരി, എന്തൊക്കെയാണ് നമ്മുടെ ഒരു R&Dയുടെ ഒരു മൊത്തത്തിലുള്ള ഒരു ഫീൽ എന്താണ്, എക്സ്പീരിയൻസ് എന്താണ്? ഇപ്പോൾ ഇതുവരെ ഇവർ പറഞ്ഞത് എല്ലാവരും നമ്മൾ കേട്ടപ്പോൾ നമുക്ക് ഫീൽ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മുടെ റിസർച്ചുകളും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെവലപ്മെന്റുകളും നടക്കുന്നതും ഭയങ്കര വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഫീൽഡുകളിലാണ്. ഇപ്പോൾ ആദ്യം വന്ന അഗ്രികൾച്ചറിനെ പറ്റി പറഞ്ഞു. അഗ്രികൾച്ചറിൽ പൊതുവെ നമ്മൾ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉം. നമ്മുടെ മൈൻഡിൽ ഒരു അഗ്രികൾച്ചർ ഇങ്ങനെയായിരിക്കും, അത് മണ്ണിൽ പണിയെടുക്കുന്നു, വയർത്ത് കുളിച്ച്, സാർ നേരത്തെ പറഞ്ഞ പോലെ കൈക്കോട്ടും വെച്ച് ഒരു തൊപ്പിയും വെച്ചുള്ള അഗ്രികൾച്ചർ. പക്ഷെ അതല്ല നമ്മൾ പുതിയ ജനറേഷന് പറഞ്ഞു കൊടുക്കുന്ന അഗ്രികൾച്ചർ എന്ന് പറയുന്നത് സോയിൽലെസ് ആയിട്ട് എങ്ങനെ നമ്മൾ കൂടുതൽ ഫെമിലിയർ അല്ലാത്ത സാധനങ്ങൾ, അതായത് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ, അതായത് ലീഫ് വെജിറ്റബിൾസ് എങ്ങനെ നല്ല രീതിയിൽ പ്രൊഡക്ഷൻ നടത്താം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പൊ നെക്സ്റ്റ് വേറെ ആൽഗോ ലാബ് പറഞ്ഞു. എനിക്കറിയില്ല കേരളത്തിൽ എത്രത്തോളം ഒരു കമ്പനി ആൽഗോ ലാബ് പോലത്തെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുമെന്ന്. അതിലൊരു നമ്മൾ ഫ്യൂച്ചറിൽ ChatGPT പോലത്തെയോ അല്ലെങ്കിൽ അതുപോലത്തെ ഗൂഗിൾ ലൈക്ക് പ്രൊഡക്റ്റുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യും എന്നുള്ളതൊക്കെ വളരെ ഉം. റയർ ആയിട്ട് വരുന്ന കോൺസെപ്റ്റും മറ്റുമാണ്. അതായത് നമ്മുടെ ഓരോ ഇൻഡസ്ട്രീസ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. ഇപ്പൊ ആൽഗോ ലാബിൽ നടക്കുന്ന ബേസിക് റിസർച്ച് വർക്കുകളെല്ലാം വേണ്ടി അത് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് കെയർ എക്കോസിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ടെക്സ് വാലിയിലാണ്. അതുപോലെ ടോയ്സ് ഡെവലപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഇപ്പൊ കുട്ടികൾക്ക് വേണ്ടിയുള്ള ടോയ്സ് ഡെവലപ്പ് ചെയ്യുന്നതും അതും നമ്മുടെ ഹെൽത്ത് കെയറിന്റെ ഭാഗമായിട്ടുള്ള മറ്റ് സ്റ്റാർട്ടപ്പുകളിലേക്ക് മറ്റിതിൽ കോറിലേറ്റ് ചെയ്യാണ്. അപ്പൊ മൊത്തത്തിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം ഇന്റർ കണക്ട് ആയുള്ള ഒരു എക്കോസിസ്റ്റത്തിലാണ് നിൽക്കുന്നത്. ഇപ്പൊ ഞാനൊരു ഐഡിയ കോൺസെപ്റ്റും എനിക്ക് ഉണ്ടെങ്കിൽ എനിക്കത് എവിടെയാണ് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യേണ്ടത്, എവിടെയാണ് പ്ലാൻ ചെയ്യേണ്ടതിന് എനിക്ക് നല്ലൊരു സർഫസ് അവിടെയുണ്ട്. അവിടെ ഏത് രീതിയിലുള്ള പ്രൊഡക്റ്റ് അവിടെ വേണം, അതിനുള്ള മറ്റെല്ലാ ഫെസിലിറ്റീസും ആയിട്ട് നമുക്കൊരു R&D റിസർച്ചും മറ്റു കാര്യങ്ങളും കണ്ടിന്യൂ ചെയ്യാൻ എല്ലാ സൗകര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്, ടാൽറോപ്പിന്റെ എക്കോസിസ്റ്റത്തിലുണ്ട്. അങ്ങനെ ഗൗരിക്ക് എന്ത് തോന്നുന്നുണ്ട്? വലിയൊരു റെവല്യൂഷൻ കേരളത്തിൽ ടാൽറോപ്പിന്റെ ഈ R&D കൊണ്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലും പെട്ടെന്ന് നമുക്കൊരു റിസൾട്ട് കാണാൻ പറ്റില്ല. ഉം. ബിക്കോസ് നമ്മുടെ വിഷൻ ഒക്കെ ഇത്തിരി വലുതാണ്. ബിക്കോസ് ഡീപ് ടെക് പ്രൊജക്ടുകളൊന്നും ഒരു വർഷം കൊണ്ട്, ഇപ്പൊ ചിലർ ചോദിക്കാം 2 മാസം ഇത്ര കുറെ നാളായില്ലേ നിങ്ങൾ എന്ത് ചെയ്തു? ഉം. ചിലപ്പോൾ 2 മാസം കൊണ്ട് നിങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റില്ല. ബിക്കോസ് ടെക്നോളജി അത്ര ഹൈ എൻഡ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബിക്കോസ് ഒരു 3 വർഷം കഴിഞ്ഞ് നിങ്ങളുടെ അടുത്ത് വന്ന് ചോദിച്ചിട്ട് ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അന്ന് നമുക്ക് റിസൾട്ട് കാണിക്കാണ്ട്. 3 വർഷത്തിന് ഇപ്പുറം ഡീപ് ടെക് R&D ടീം, ഇതാണ് ഞങ്ങളുടെ പ്രൊജക്ട്, ഇതാണ് ഞങ്ങളുടെ ആൽഗോ ലാബിൽ നിന്ന് വന്നിട്ടുള്ള പേപ്പർ, ഇതാണ് നമ്മുടെ റോബോട്ടിക് കഫേ, ഇങ്ങനെയായിരിക്കും. ഇപ്പൊ മേ ബി വർഷങ്ങൾക്കപ്പുറം കേരളത്തിലെ ലുലു മാളുകളിൽ ഒരു ക്യൂബിക്കിളിന്റെ ഉള്ളിൽ നമ്മുടെ റോബോട്ടിക് കഫേ ഉണ്ടാവാം. അതൊക്കെ മേ ബി എല്ലാത്തിനും കുറച്ച് ടൈം എടുക്കും. ബിക്കോസ് ഇതെല്ലാം ഡീപ്പായിട്ട് വരുന്ന ടെക്നോളജിയാണ്. അതിൻ്റെതായ ഒരു അണ്ടർസ്റ്റാൻഡിങ് അതെ 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 നമ്മളിപ്പോ പബ്ലിക്കിനോട് നമ്മൾ പറയുന്നത് ടാൽറോപ്പിന്റെ ഈ R&D ഡിവിഷൻ ഇപ്പൊ നമ്മൾ 55 പേരുടെ മെമ്പേഴ്സ്, അത് നമ്മൾ 500ലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തെന്ന് പറയുമ്പോഴേക്കും 500 പേരുടെ R&D എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. ഇവിടെ 5000 50,000 വെച്ചിട്ടാണ് എന്ത് ചെയ്യണത് വേൾഡ് ചെയ്യുന്നത്. ഇപ്പൊ അമേരിക്ക എന്തുകൊണ്ട് അമേരിക്കയായി, ചൈന എന്തുകൊണ്ട് ചൈന ആയി എന്ന് പറഞ്ഞാൽ അത്രയും സ്ട്രോങ് R&D അവിടെ നടക്കുന്നത് കൊണ്ടാണ്. നമുക്ക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇതുവരെയും വാല്യൂ വന്നിട്ടില്ല. R&D ഒന്നും എവിടെയും നടക്കുന്നില്ല. എല്ലാവർക്കും പെട്ടെന്ന് റിസൾട്ട് കിട്ടണം. എന്തെങ്കിലും പുതിയൊരു എഡ്യൂക്കേഷൻ, PSC കോച്ചിങ്ങോ എൻട്രൻസ് അക്കാഡമിയോ അല്ലെങ്കിൽ കോച്ചിങ് സെന്ററോ, ഇതിനൊക്കെ അപ്പുറത്തേക്കുള്ള സൊല്യൂഷനെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കുന്നില്ല. ഡീപ് ടെക്കുകളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയിട്ടില്ല. അവിടെയാണ് ഈ ടാൽറോപ്പിന്റെ R&D ടീമൊക്കെ വ്യത്യസ്തമാകുന്നത്. നമുക്ക് എന്തായാലും 2030 വരെ സമയമുണ്ട്. 2030 നമ്മുടെ സൊല്യൂഷൻസ് ഒക്കെ വന്നാൽ മതി. ഇപ്പം നമ്മളിപ്പോൾ ഒരുപാട് സമയം എടുത്തതുകൊണ്ടാണ് ഇപ്പോൾ ഹോം ഓട്ടോമേഷൻ നമ്മളിപ്പം സംസാരിച്ചിട്ടില്ല, ഫുഡ് ടെക് നമ്മൾ സംസാരിച്ചിട്ടില്ല, റോബോട്ടിക്സ് നമ്മൾ സംസാരിച്ചിട്ടില്ല. അപ്പം നമ്മുടെ R&Dയിലുള്ള വളരെ കുറച്ച് 4-5 ഏരിയകൾ മാത്രമേ നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ. ബാക്കി ഒരുപാട് സെക്ടർ നമുക്ക് ഡീപ്പായിട്ട് സംസാരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഓരോന്നും ഇപ്പം നമ്മുടെ ഓരോ പോഡ്കാസ്റ്റ് സീരീസ് എപ്പിസോഡിൽ ഓരോ കാര്യങ്ങൾ സംസാരിക്കേണ്ട അത്രയും വലിയൊരു വാസ്റ്റ് ഏരിയയാണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ കവർ ചെയ്തിട്ടുള്ളത്. നല്ലൊരു ഡിവിഷൻ നമ്മുടെ R&D വളരെ സ്ട്രോങ് ആയിട്ട് നടക്കുന്നുണ്ട്. കേരളത്തിൽ വലിയൊരു റെവല്യൂഷണറി ആക്ഷൻ തന്നെയായിരിക്കും ടാൽറോപ്പിൻ്റെ ഈ R&Diയിൽ നിന്ന് പുറത്തു വരുന്നത്. ഇപ്പം തന്നെ നമ്മൾ ലോഞ്ച് ചെയ്തൊരു പുതിയ പ്രോജക്റ്റ് ഉണ്ട്, ജൂനിയർ R&D, ഒരു മിഷനാണ്. അതായത് നമ്മുടെ ചെറിയ മക്കൾ നമ്മുടെ വില്ലേജ് പാർക്കുകളിലേക്ക് ആദ്യം ഒരു 10 പേര് വീതം, അതായത് R&D നല്ല റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് മൈൻഡ് സെറ്റുള്ള പുതിയ കോൺസെപ്റ്റുകൾ ഉണ്ടാക്കാൻ കഴിയുന്ന നമ്മുടെ R&D ടീമിലേക്ക് ഫ്യൂച്ചറിൽ ജോയിൻ ചെയ്യാൻ കഴിയുന്ന ടീം മെമ്പേഴ്സിനെ ബിൽഡ് ചെയ്യുന്ന സംവിധാനം. അപ്പോൾ അത് ഹെഡ് ചെയ്യുന്ന തന്നെ ഒരു 18 വയസ്സുകാരനാണ്. ലക്ഷ്മിലാസം സ്കൂളിൽ നമ്മൾ 2020 കാലയളവിൽ നമ്മൾ പിക്ക് ചെയ്തിട്ടുള്ള അദീബ്, 13ാമത്തെ വയസ്സിൽ നമ്മൾ പിക്ക് ചെയ്ത ആളാണ്. അപ്പോൾ അദീബാണ് ആക്ച്വലി ഇപ്പം എന്ത് ചെയ്യുന്നത്. ഇന്നിപ്പോൾ 18 വയസ്സായി അദീബ് ഇപ്പോൾ 5 വർഷം കൊണ്ട് ഈ ടെക്നോളജി കാര്യങ്ങളെല്ലാം പഠിച്ചെടുത്തു. IoTയിലും R&Dയുടെ വ്യത്യസ്ത ഇനിഷ്യേറ്റീവുകളിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അദീബ് ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ജൂനിയർ R&D പ്രോഗ്രാം. അതിപ്പോൾ നമ്മുടെ കേരളത്തിലെ 100 വില്ലേജ് പാർക്കുകളിലായിട്ട് 1ാം ഘട്ടത്തിൽ ഇപ്പം 10 പേര് വീതം 1000 പേരെ നമ്മളിപ്പം സെലക്ട് ചെയ്യണം. അത് ഹെഡ് ചെയ്യുന്ന അദീബ് നമ്മുടെ ഹോട്ട് സീറ്റിലുണ്ട്. വെൽക്കം അദീബ്. അപ്പോൾ അദീബ്, എന്തൊക്കെയാണ് നമ്മുടെ ജൂനിയർ R&Dയുടെ വിശേഷങ്ങൾ? അപ്പോൾ ജൂനിയർ R&Dയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് എൻ്റെ ആ ഒരു ജേണി ഞാൻ പറഞ്ഞുതരാം. 2021 ഞാൻ ലക്ഷ്മി വിലാസം ഹൈസ്കൂളിൽ പഠിക്കുന്നത്, 8ാം ക്ലാസ് പഠിക്കുകയാണ്. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞാൻ ടാൽറോപ്പിലേക്ക് ജോയിൻ ചെയ്യുന്നത്. അവിടെ നിന്ന് എനിക്ക് കോഡിംഗ് പഠിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഞാൻ ടാൽറോപ്പിലേക്ക് എത്തിച്ചേരുന്നത്. അവിടെ നിന്ന് പിന്നെ സ്റ്റേപ്പ് എന്താണെന്നും ടാൽറോപ്പിൻ്റെ ഈ ഒരു എൻ്റയർ സിസ്റ്റം എന്താണെന്നും ഒക്കെ ഞാൻ മനസ്സിലാക്കിയാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ടാൽറോപ്പിൻ്റെ പല പല ഇവൻറ്റ്സിലും അതുപോലെ തന്നെ പല പല കമ്മ്യൂണിറ്റി പ്രോഗ്രാംസിലും ഒക്കെ എൻഗേജ്ഡ് ആയിട്ട് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സെഷൻസ് എടുത്തു തുടങ്ങി.
ഡിഫറെൻറ്റ് മേഖലകളിൽ സൈബർ സെക്യൂരിറ്റി ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ IoT ആയിക്കോട്ടെ, അങ്ങനെ ഡിഫറെൻറ്റ് മേഖലകളിൽ ഞാൻ എന്ത് ചെയ്തു, സെഷൻസ് ഹാൻഡിൽ ചെയ്ത് തുടങ്ങി. അപ്പോൾ അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, ഫുള്ളി പ്രോഗ്രാമിങ്ങിലേക്ക് മാറാണ്. IT സെക്ടറിലേക്ക് ഫുള്ളി ഞാൻ മാറി കഴിഞ്ഞു. അപ്പോൾ അവിടെ വന്നതിന് ശേഷം ഞാൻ കുറേ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു മിസ്സിങ്, എൻ്റെ പാഷനുമായിട്ട് അങ്ങ് കണക്റ്റ് ആവുന്നില്ല. ഞാൻ ചെയ്യുന്നുണ്ട്, എന്തോ ഒരു റൈറ്റ് ട്രാക്കാണ്, പക്ഷെ എനിക്ക് എന്തോ ഒരു മിസ്സിങ് ഉണ്ട്. അങ്ങനെ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് ചെറിയ പ്രായം തൊട്ടേ എന്ത് സാധനം കിട്ടിയാലും, ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരു ടോയ് കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് ഫുള്ളി അഴിച്ചു പറക്കിയിട്ട് അതിൻ്റെ ഇലക്ട്രോണിക് സൈഡ് നോക്കും. ഒരു റിമോട്ട് കാറാണെങ്കിൽ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഫ്രീക്വൻസീസ് ഒക്കെ എങ്ങനെയാണ് അതിൽ മാനേജ് ആവുന്നത്, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ഞാൻ കൂടുതൽ നോക്കുക. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് ഇലക്ട്രോണിക്സ് താല്പര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡാൽറോപ്പിൽ R&D ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ട് R&D ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറാണ്. അപ്പോൾ അവിടെ ഇലക്ട്രോണിക്സ് സ്വിങ്ങിലേക്ക് വന്നതിന് ശേഷം ഞാൻ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് റിസർച്ച് ഞാൻ തന്നെ സ്വന്തമായിട്ട് ചെയ്യണം. അവിടെ എനിക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, അഗ്രികൾച്ചർ, ഇലക്ട്രോണിക്സ്, ഫിസിക്സ്. അപ്പോൾ ഇതിൽ എനിക്കിഷ്ടം ഇലക്ട്രോണിക്സ് ആയതുകൊണ്ട് തന്നെ ഞാൻ അതിലിരുന്ന് ഒരുപാട് റിസർച്ച് ചെയ്തു. IoTയിലേക്ക് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തു. എനിക്ക് ഓൾറെഡി പ്രോഗ്രാമിംഗ് ടച്ച് ഉള്ളത് കൊണ്ട് എനിക്ക് ഈസി ആയിട്ട് തന്നെ പ്രോഗ്രാമിംഗ് സൈഡിലുള്ള എറേഴ്സ് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഹാർഡ്വെയർസ് ഒക്കെ പ്രോഗ്രാം ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ഒരു എറർ വന്നു കഴിഞ്ഞാൽ ആ എറർ സോൾവ് ചെയ്യേണ്ടത് എവിടെ നിന്നാണ്, അതിന് വേണ്ടിയിട്ടുള്ള ഫോറംസ് എവിടെയാണെന്ന് എനിക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ഈ ഒരു IoTയിലുള്ള ഒരു താല്പര്യം എക്സ്പാൻഡ് ചെയ്തു. ഞാൻ ഡിഫറെൻറ്റ് സ്റ്റാർട്ടപ്സിൽ വർക്ക് ചെയ്ത് തുടങ്ങി. അപ്പോൾ അഗ്രികൾച്ചറിൻ്റെ ഹൈഡ്രോപോണിക്സിൻ്റെ ടവേഴ്സിലൊക്കെ എനിക്കും എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ കോൺട്രിബ്യൂഷൻസ് കൊടുക്കാൻ പറ്റി. അപ്പോൾ എനിക്ക് ഈ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി, എനിക്ക് 8ാം ക്ലാസ്സിൽ കിട്ടിയത് കൊണ്ടാണല്ലോ എനിക്ക് ഇവിടം വരെ എത്താൻ പറ്റിയത്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എൻ്റെ പ്രായത്തിലുള്ള ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കും കൂടി കൊടുത്താലോ എന്നുള്ളൊരു ആശയം വന്നു. അങ്ങനെയാണ് ജൂനിയർ R&D എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഫോം ചെയ്യുന്നത്. ഈ ഒരു പ്രോഗ്രാം വരുന്നത് നമ്മുടെ ഇപ്പോൾ 100ഓളം വില്ലേജ് പാർക്ക് ഉണ്ട്. അപ്പോൾ ഈ ഓരോ വില്ലേജ് പാർക്കിലും 10 പേരടങ്ങുന്ന കുട്ടികളുടെ ഒരു ടീം, അതായത് 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ഇത്രയും ഈ ഒരു ഏജ് കാറ്റഗറിയിൽ വരുന്ന കുട്ടികളെ എടുത്തതിന് ശേഷം ഇവർ ഡിഫറെൻറ്റ് സയൻസിൽ തന്നെ ഡിഫറെൻറ്റ് ബ്രാഞ്ചസിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരാണ്. നമ്മുടെ R&D വർക്ക് ചെയ്യുന്ന പോലെ തന്നെ ഫിസിക്സ് ഉണ്ടാവും, കെമിസ്ട്രി ഉണ്ടാവും, മാത്സിൽ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ളവരുണ്ടാവും, ഓട്ടോമൊബൈൽസ് കാർസിനോട് ക്രേസ് ഉള്ളവരുണ്ടാവും, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ്. അപ്പോൾ ഇത്രയും ഫീൽഡ്സ് ഒക്കെ ചേർന്ന് വരുന്ന ഒരു 10 പേരടങ്ങുന്ന ടീമാണ്. ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഫസ്റ്റ് ഇവരെ 1 മന്ത് നമ്മൾ എന്ത് ചെയ്യും, ട്രെയിൻ ചെയ്യും. ഇവരൊന്ന് ബ്രെയിൻ സ്ട്രോം ചെയ്ത് ഇവരൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് അവരിപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മളൊരു പാത്രത്തിൽ വെള്ളം എടുക്കുകയാണ്, വെള്ളം എടുത്തതിന് ശേഷം ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ച് ഒരു ഗ്ലാസ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ മെഴുകുതിരി അണഞ്ഞു പോകും. അപ്പോൾ അത് എന്തുകൊണ്ടാണ്, അതിൻ്റെ ഉള്ളിൽ ഓക്സിജൻ്റെ കാണില്ല. അപ്പോൾ അതിൻ്റെ ബാക്കിലുള്ള സയൻസ് ഒക്കെ അവരെന്ത് ചെയ്യും, പഠിക്കുകയാണ്. അതിപ്പോൾ പഠിക്കുന്നത് ആരാ, 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ, 12 ഈ ഒരു 5ാം ക്ലാസ് ആ ഒരു ഏജിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സയൻസ് എക്സ്പെരിമെന്റ്സ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഈ ഒരു R&D കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജൂനിയർ. ഓക്കെ, നമ്മളത് ഏകദേശം 100ലധികം വർക്ക്ഷോപ്സുകളാണ് കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുന്നത്, വ്യത്യസ്ത എക്സ്പെരിമെന്റ്സ്. ഇപ്പോൾ ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് അവരെങ്ങനെ ഉണ്ടാക്കാം, അപ്പോൾ അവർ സ്വന്തമായിട്ട് അത് സീറോയിൽ നിന്നൊരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഉണ്ടാക്കിയാണ്. അങ്ങനെ വലിയ സ്വപ്നത്തോടു കൂടി ഉണ്ടാക്കപ്പെട്ട ഒരു കമ്പനിയാണ് ടാൽറോപ്പിൻ്റെ R&D കമ്പനി, W Hub Ventures പ്രൈവറ്റ് ലിമിറ്റഡ്. കേരളത്തിലെ ഏറ്റവും വലിയ HNIs എന്ന് പറയുമ്പോൾ ഒരു 5 കോടി ഫണ്ട് ചെയ്യുന്ന 100 പേർ 500 കോടി ക്യാപിറ്റലിലാണ് ടാൽറോപ്പിൻ്റെ R&D കമ്പനി രൂപപ്പെടുന്നത്. അപ്പോൾ ടാൽറോപ്പ് 500 കോടിയിൽ 100 കോടി രൂപ നമ്മുടെ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് പ്രൊജക്റ്റിനായിട്ടാണ് മാറ്റി വെച്ചേക്കുന്നത്. അപ്പം 20 ക്യാമ്പസുകളിൽ 5 കോടി രൂപ വീതം ടാൽറോപ്പ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. 2026 നമ്മൾ 1 കോടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, 2027 നമ്മൾ 2 കോടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, 2028 നമ്മൾ 2 കോടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 3 വർഷങ്ങളായിട്ട്, നെക്സ്റ്റ് 3 അക്കാഡമിക് ഇയറിലായിട്ട് നമ്മൾ ഈ പറയുന്ന ഒരു പാർലമെന്ററിയിൽ നിന്ന് ഒരു ക്യാമ്പസിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ 20 ക്യാമ്പസുകളിലായിട്ട് നമ്മൾ 5 കോടി വീതം 100 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ ടാലൻറ്റുകൾക്ക് വേണ്ടി സ്കൂൾസിൽ നിന്നും കോളേജസിൽ നിന്നും റിസർച്ച് സ്കോളേഴ്സായിട്ടും റിസർച്ചിൽ ഫോക്കസ് ചെയ്യുന്ന ആളുകളും പല രാജ്യങ്ങളിൽ നിന്നുള്ള പല സ്റ്റേറ്റുകളിൽ നിന്നുള്ള ടാലൻറ്റുകൾക്കായി നമ്മളൊരു 100 CR ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നമ്മളൊരു 100 കോടി രൂപ മെറ്റീരിയൽ പർച്ചേസ്, നമുക്ക് ഒരുപാട് ഇപ്പോൾ R&D ചെയ്യണമെങ്കിൽ ഒരുപാട് ഡിവൈസസ് നമുക്കിപ്പോൾ ഇനിഷ്യലി പർച്ചേസ് ചെയ്യാനുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയും കോളേജിലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യേണ്ട ഒരു 100 CR ബഡ്ജറ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട്. 200 കോടി രൂപ ഒരു ഓപ്പറേഷണൽ ക്യാപിറ്റൽ വിട്ടിട്ടാണ് ടാൽറോപ്പ് 500 കോടിയുടെ R&D ഫണ്ട് രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ 2030 നമുക്ക് 140 ഡീപ് ടെക് സ്റ്റാർട്ടപ്പുകൾ കേരളത്തിൽ നിന്ന് ഉണ്ടായി വരും. നമ്മൾ 28ഓളം ഇൻഡസ്ട്രികളിലായിട്ട്. അപ്പോൾ ഈ ഡീപ് ടെക് സ്റ്റാർട്ടപ്പുകൾ ഉണ്ടായി വരുമ്പോൾ അതിൽ നമ്മൾ ഏറ്റവും മിനിമം ഒരു 28 സ്റ്റാർട്ടപ്പ്, ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് 1 എന്നുള്ളൊരു കണക്കിൽ നമുക്കത് ബ്രേക്ക് ഈവൺ ആക്കാൻ കഴിയണം. അതൊരു ഗ്ലോബൽ ലെവലിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയണം. ഏറ്റവും മിനിമം ടാൽറോപ്പ് പറയുമ്പോൾ എന്താണ്, ഒരു
1000 CR വാല്യൂവേഷനിലേക്ക് അത് എത്തണം. വേഴ്സ്റ്റ് വാല്യൂവേഷൻ, നമ്മളിപ്പോൾ ഒരു 1 ലക്ഷം കോടി വാല്യൂവേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ 1% നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം, എത്തിക്കാൻ കഴിയണം. അത് എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത 10,000 കോടിയിലേക്കും അടുത്ത 1 ലക്ഷം കോടിയിലേക്കും നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മുടെ ഒരു ഡീപ് ടെക് സ്റ്റാർട്ടപ്പ് ഇവിടെ ബ്രേക്ക് ഈവൺ ആയിക്കഴിഞ്ഞാൽ കേരളത്തിൽ അതിൻ്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ ഒരു പ്രൊഡക്റ്റ് ആയിക്കഴിഞ്ഞാൽ അത് ഇന്ത്യയിലേക്ക് മുഴുവൻ പോകണം, വേൾഡ് 193 രാജ്യങ്ങളിലേക്ക് പോകണം. അങ്ങനെയുള്ള സൊല്യൂഷൻസ് ഡെവലപ്പ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമായിട്ട് നമ്മുടെ കേരളം എന്ത് ചെയ്യണം, മാറി വരണം. ടാൽറോപ്പിൻ്റെ 2 പ്രോജക്റ്റുകൾ ഇപ്പോൾ കേരളത്തിലെ 20 പാർലമെൻറ്ററിയിൽ 20 ക്യാമ്പസുകളിലായിട്ട് ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് വരുമ്പോൾ 140 നിയോജക മണ്ഡലത്തിലെ ഒരു സ്കൂളിൽ നമ്മുടെ ഇൻവെൻറ്ററി പാർക്കുകളും വരുന്നുണ്ട്. അപ്പോൾ ഇൻവെൻറ്ററി പാർക്കുകൾ സ്കൂളുകളിലും ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് കോളേജുകളിലുമാണ് ഇൻഫ്രാസ്ട്രക്ചറിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്. ഒരു ടാലൻറ്റുകൾ വന്നു. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ, ടാലൻറ്റ്, ദെൻ ഇന്നോവേഷനാണ്. ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പരിചയപ്പെട്ടതുപോലെ ഓരോ ഇൻഡസ്ട്രിയിലും വ്യത്യസ്ത സൊല്യൂഷൻസ് വരണം, വ്യത്യസ്ത പ്രോഡക്റ്റുകൾ വരണം. ഇപ്പോൾ കാലിഫോർണിയയിൽ നമ്മൾ ആപ്പിളിൻ്റെ ഒരു ഫോൺ കാണുമ്പോൾ, ഒരു പ്രൊഡക്റ്റ് കാണുമ്പോൾ അവരുടെ മാനുഫാക്ചറിങ് നടക്കുന്ന ചൈനയിൽ ഉൾപ്പെടെ പല രാജ്യങ്ങളിലാണ്, ഇന്ത്യയിൽ ഉൾപ്പെടെ അവരുടെ കസ്റ്റമേഴ്സ് ഉണ്ട് എന്ന് പറയുമ്പോൾ, അപ്പോൾ അവരവരുടെ കാലിഫോർണിയയിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ചെയ്തു, അവരൊരു പ്രൊഡക്റ്റിലേക്ക് വന്നു. ആ പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് വേൾഡിലെ പല രാജ്യങ്ങളിൽ ചെയ്യുന്നു. വേൾഡിൽ എല്ലായിടത്തും ആ പ്രൊഡക്റ്റ് എത്തുന്നത് പോലെ നമ്മുടെ കേരളത്തിൽ നിന്ന് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഒരുപക്ഷെ നമ്മൾ ഫാക്ടറി ചെയ്യുന്നത് തമിഴ്നാടായിരിക്കാം, അല്ലെങ്കിൽ കർണാടകയിലായിരിക്കാം നമ്മൾ വലിയ ഫാക്ടറി ചെയ്യുന്നത്, പ്രൊഡക്ഷൻ യൂണിറ്റുകൾ ചെയ്യുന്നത്. എന്നിട്ട് നമുക്കത് വേൾഡ് മാർക്കറ്റിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയും. അപ്പോൾ കേരളം ഹെഡ് ക്വാർട്ടേഴ്സ് പോലെയാവും, ഒരു ടെക്നോളജിയുടെയും ഓണ്ടർപ്രണർഷിപ്പിൻ്റെയും ഹെഡ് ക്വാർട്ടേഴ്സ് ആവും. ഇന്ത്യ നമ്മുടെ പ്രൊഡക്ഷൻ്റെയും മാൻ പവറിൻ്റെയും ഹബ്ബായിട്ട് മാറും, വേൾഡ് നമ്മുടെ മാർക്കറ്റായിട്ട് മാറും. അങ്ങനെ കേരളത്തിൽ നിന്ന് 2030 ഗൂഗിൾ സംഭവിക്കും, മൈക്രോസോഫ്റ്റ് സംഭവിക്കും, മെറ്റയും ടെസ്ലയും ആമസോണും ഒക്കെ സംഭവിക്കും. ആ നല്ല നാളേക്കായി നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് വർക്ക് ചെയ്യാം. താങ്ക് യു.